വെൽക്കം ടു എക്സാം പോയിന്റ്സ്. അങ്ങനെ നമ്മളെ നാളത്തെ സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ഫൈനൽ പ്രിപ്പറേഷൻസിൽ എത്തി അല്ലേ? അപ്പൊ ഈ ഫൈനൽ പ്രിപ്പറേഷൻസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എക്സാം പോയിന്റ് ദേ വീണ്ടും നിങ്ങൾക്കായിട്ട് ഒരു ലൈവ് സെഷൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നാളത്തോടെ നമ്മുടെ എക്സാംസ് കഴിയാണ്, വെക്കേഷനിലോട്ട് പോവാണ്. അപ്പൊ എല്ലാവരും അതിന്റെ എൻജോയ്മെന്റ് ആയിരിക്കും. ഈ എൻജോയ്മെന്റ് വെക്കേഷന്റെ ലാസ്റ്റ് ദിവസമായിരിക്കും നമുക്കൊരു ടെൻഷൻ തരിക അല്ലെ? അയ്യോ, നാളെ പോകുമ്പോ ടീച്ചർ പേപ്പർ തരും, മാത്സ് ടീച്ചർ വരും, ഹിന്ദി ടീച്ചർ വരും, അവരെ കയ്യിൽ ആ പേപ്പറിന്റെ ബണ്ടിൽ ഇല്ലാന്ന് കാണുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അല്ലെ? അപ്പൊ എല്ലാവരും ആ ഒരു സ്റ്റേജിലാണ് ആ ലാസ്റ്റ് ഡേ ആവുമ്പോ ഉണ്ടാവുക. സോ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. കാരണം എന്താണ്, നമ്മൾ സോഷ്യൽ സയൻസ് പരീക്ഷയുടെ നാളെ വരാൻ പോകുന്നതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ, ഓക്കെ, നിങ്ങളിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും പോർഷൻസ് ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്തും പോയിട്ടുണ്ടാവും അല്ലെ, ടൈം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ അഞ്ജു ഹായ് മാം ഒക്കെ പറഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക, ലിങ്ക് ഒക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അവർക്കും ആ ലാസ്റ്റ് ദിവസം ടെൻഷൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റുള്ളൂ. ഏത് ടീച്ചറെ കണ്ടില്ലെങ്കിലും നിങ്ങൾ സോഷ്യൽ സയൻസ് ടീച്ചറെ കാണുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് പേടി ഉണ്ടാവരുത്. കാരണം എക്സാമിന് നല്ല അടിപൊളിയായി എക്സാം എഴുതിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻറ്റിൽ വേണം നിങ്ങൾ നാളെ റൂമിൽ നിന്ന് ഇറങ്ങാൻ. ഓക്കെ, എക്സാം ഹാളിൽ നിന്ന്. അപ്പൊ എന്താണ്, എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുകയല്ലേ? അമ്മിനി ഹായ് മാം പറഞ്ഞിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും ഹായ് ട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഏതെങ്കിലുമൊക്കെ പോർഷൻസിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഹായ് മാത്രമല്ല, നിങ്ങളുടെ റെസ്പോൺസും ടീച്ചർക്ക് അറിയണം. ഇപ്പൊ ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ട്, ടീച്ചർ പറയണതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും, അതിനുള്ള മറുപടികൾ അപ്പൊ തന്നെ നമുക്ക് ഡൗട്ടും ക്ലിയർ ചെയ്ത് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാം. അതോടൊപ്പം തന്നെ കുറേ പേര്, ടീച്ചർക്ക് അറിയാം, കുറേ പേര് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് ക്ലാസ് 7ന്റെ. അതേപോലെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ടീച്ചറെ എപ്പോഴും കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാം. ടീച്ചേഴ്സ് അതിന് എന്താണ്, റെഡിയാണ്. എല്ലാ സബ്ജക്ട്സിന്റെ നോട്ട്സും PDF-ഉം. ഇനിയിപ്പോ ഈ എക്സാം ഒക്കെ കഴിയുമ്പോഴേക്കും വരും നമുക്ക് മാർച്ചിൽ വീണ്ടും ആനുവൽ എക്സാം അല്ലേ? അപ്പൊ ഈ ആനുവൽ എക്സാമിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള നോട്ട്സ് എല്ലാം നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. ഫൈൻ, അപ്പോ ഷാൾ വി സ്റ്റാർട്ട്? നമുക്ക് തുടങ്ങാം. നമ്മൾ ക്ലാസ് 7 സോഷ്യൽ സയൻസിന്റെ ക്രിസ്മസ് എക്സാം റിവിഷനിൽ എത്തി. സോ ലെറ്റ് സ്റ്റാർട്ട്, റൈറ്റ്? എല്ലാവർക്കും അറിയാം, എന്നാലും ടീച്ചർ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ എത്ര മാർക്കാണ് നമ്മുടെ എക്സാം പാറ്റേൺ? ഓക്കെ, നമുക്ക് 2 hours എക്സാം ആണ്. 30 മാർക്സിനാണ് നമുക്ക് എക്സാം. ഓക്കെ, എത്ര മാർക്കിനാണ്? 30 മാർക്കിനാണ്. ഇതിൽ നമുക്ക് 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, 8 ആക്ടിവിറ്റിയിൽ നമ്മൾ എത്ര ആക്ടിവിറ്റി ആൻസർ ചെയ്യണം? 6 ആക്ടിവിറ്റി ആൻസർ ചെയ്യണം. അതാണ് ടീച്ചർ എഴുതിയിരിക്കണേ കേട്ടോ. റൈറ്റ് ആൻസർ ഫോർ എനി 6 ആക്ടിവിറ്റീസ് ഔട്ട് ഓഫ് 8 ആക്ടിവിറ്റീസ്. ഇതിൽ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ABC ആയിരിക്കുമല്ലോ നമുക്ക് തരിക. ഈ Aക്കും Bക്കും Cയും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. സബ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഒരു ആക്ടിവിറ്റിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ 6 ആക്ടിവിറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. Aയും Bയും Cയും അറിയുന്ന ആക്ടിവിറ്റീസ് വേണം നിങ്ങൾ എടുക്കാൻ. ഇതിപ്പോ നാളെ നിങ്ങൾക്ക് എല്ലാം അറിയും. കാരണം നമ്മൾ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് പോണതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാവർക്കും സോഷ്യൽ സയൻസ് ഇഷ്ടല്ലേ അല്ലേ? ഓക്കെ, സോ നമുക്ക് നാളത്തെ എക്സാമിന് 8
ചാപ്റ്ററുകളാണ് ഉള്ളത് കേട്ടോ. എത്ര ചാപ്റ്ററുകളാണ്? 8 ചാപ്റ്ററുകളാണ്. ഏതൊക്കെ ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 5 അവർ എർത്ത്, ചാപ്റ്റർ 5 അവർ എർത്ത് ഉണ്ട്. പിന്നെ ചാപ്റ്റർ 6 ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ 7 ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ദെൻ ചാപ്റ്റർ 8 പവർ ടു ദ പീപ്പിൾ. ഈ 4 ചാപ്റ്ററും ആണ് എന്താണ് നമുക്ക് നാളെ എക്സാമിന്. അപ്പൊ ഇതിൽ ചിലവർക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ടഫ് ആയിരിക്കും, ചിലപ്പോൾ എന്താണ് എല്ലാം സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ടഫ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സിമ്പിൾ ആണെങ്കിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ, ടഫ് പോർഷൻ ഉണ്ടെങ്കിൽ ടഫ് പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ നമുക്ക് ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം our 5th chapter. ഏതാണ് നമ്മുടെ 5th chapter? യെസ്, ദാറ്റ് ഈസ് അവർ എർത്ത് അല്ലേ. നമ്മൾ ഭൂമിയെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ ചാപ്റ്റർ. ഇതല്ലേ ഭൂമി, ഇങ്ങനെയാണ് ഇരിക്കണേ ഭൂമി. അപ്പോൾ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ എത്ര ലെയേഴ്സ് ഉണ്ട്, ഓക്കെ, എത്ര ലെയറുകൾ ഉണ്ട്, അറ്റ്മോസ്ഫിയർ എന്താണ്, അറ്റ്മോസ്ഫിയേഴ്സിന് എത്ര ലെയർ ഉണ്ട്, ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ഡേ, ഇതിനെല്ലാം കുറിച്ചാണ് നമ്മൾ ഈ അവർ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എർത്തിന്റെ ലെയേഴ്സ്, അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സ്, എന്താണ് ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ഡേ എപ്പോഴാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ അവർ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ കണ്ടന്റ് ഒന്നും പറയുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. കാരണം എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടന്റിൽ നമുക്ക് സംസാരിച്ചു പോവാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആൻസറിലൂടെ നമുക്ക് കണ്ടന്റ് കൊണ്ടുപോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ആർ ദ മേജർ ലെയേഴ്സ് ഓഫ് എർത്ത്? എർത്തിന്റെ മേജർ ലെയേഴ്സ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? നമുക്കറിയാം എർത്തിന് 4 ലെയർ ഉണ്ട്. എർത്തിന് എത്ര ലെയർ ഉണ്ട്? വി ഹാവ് 4 ലെയർ, ആക്ച്വലി 3 ലെയർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ് ഡിവിഷൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ലെയർ ആണ് ആര്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ലെയർ ആണ് ക്രസ്റ്റ്. ഈ ഔട്ടർ മോസ്റ്റ് പോർഷനിലുള്ള ലെയർ ആണ് ക്രസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ലെയർ ഏതാണ്? മാന്റിൽ. ഈ ക്രസ്റ്റിന്റെ താഴെയുള്ള ഈ ലെയർ ആണ് ഏതെന്ന് പറയുന്നത്? മാന്റിൽ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ലെയർ ആണ് ഏത്? ഔട്ടർ കോർ. നാലാമത്തെ ലെയർ ആണ് ഏത്? ഇന്നർ കോർ. ഓക്കെ, അപ്പോ we have crest, we have mantle, we have outer core and inner core. അപ്പൊ ചിലവര് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചർ ഇത് എത്ര പഠിച്ചാലും തെറ്റിപ്പോണു, ക്രസ്റ്റ് കഴിഞ്ഞ ഔട്ടർ കോർ ഇന്നർ കോർ എന്നൊക്കെ ആലോചിച്ച് പോണൂന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പഠിക്കാൻ ടീച്ചർ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. എന്താണ് ആ കാര്യം? ചിന്നു മിന്നു ഔട്ട്ഡോർ ഇൻഡോർ ഗെയിം കളിക്കാൻ പോയി. ചിന്നു മിന്നു ഔട്ട്ഡോർ ഇൻഡോർ ഗെയിം കളിക്കാൻ പോയി. ചിന്നു സി ഫോർ ക്രസ്റ്റ്, മിന്നു എം ഫോർ മാന്റിൽ, ഔട്ട്ഡോർ ഔട്ടർ കോർ, ഇൻഡോർ ഇന്നർ കോർ. പഠിച്ചില്ലേ? ചിന്നു മിന്നു ഔട്ട്ഡോർ ഇൻഡോർ ഗെയിം കളിക്കാൻ പോയി. അപ്പൊ എർത്തിന്റെ ലെയേഴ്സ് ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇതില് ക്രസ്റ്റിനെ തന്നെ നമ്മള് ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രസ്റ്റിനെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ്. So the crust is the outer layer. It has 2 parts mainly, continental crust and oceanic crust. ഇപ്പൊ ടീച്ചർ പറഞ്ഞു അല്ലേ, ഇതിൽ ഏത് ക്രസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ തിക്ക് ആയിട്ടുള്ളത്? അറിയോ ആർക്കെങ്കിലും? ഈ ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റില് which layer is more thick? That is continental crust ആണ്. ഓക്കെ, കോണ്ടിനെന്റൽ ക്രസ്റ്റ് 30 inches of thickness ആണ് ഉള്ളത്. ഓഷ്യാനിക് ക്രസ്റ്റ് അത്രയില്ല. ഓക്കെ, then mantle is the layer below the crust. ക്രസ്റ്റിന് താഴെയുള്ള ലെയർ ആണ് mantle.
Then the layer below the mantle is the core. Core, okay, mantle-ന് തൊട്ട് താഴെയുള്ള ലെയർ ആണ് core. Core-ൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ കോറും ഇന്നർ കോറും. ഔട്ട്ഡോർ ഇൻഡോർ ഗെയിം നമ്മൾ പഠിച്ചു അല്ലേ? ഫൈൻ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അടയാളപ്പെടുത്താനായിട്ട് അറിയില്ലേ? അടയാളപ്പെടുത്താൻ സിമ്പിൾ അല്ലേ? ഈ ഒരു പോർഷൻ ഏതാണ്? ദാറ്റ് ഈസ് ക്രെസ്റ്റ് അല്ലേ? ഇത് ഏതാണ്? ക്രെസ്റ്റ് ആണ്. ഈ പോർഷൻ ഏതാണ്? മാന്റിൽ അല്ലേ? രണ്ടാമത്തെ ഏതാണ്? മാന്റിൽ ആണ്. Then third ഏതാണ്? തേർഡും ഫോർത്തും കോർ ആണ്. അതിൽ തേർഡ് ലെയർ ഏതാണ്? ഔട്ടർ കോർ ആണ്. തേർഡ് ഏതാണ്? ഔട്ടർ കോറും ഫോർത്ത് വൺ ഏതാണ്? ഇന്നർ കോറും ആണ് അല്ലേ? So we have crest, we have mantle, we have outer core and we have inner core. Clear ആയില്ലേ? ഇതിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ ആർക്കും അല്ലേ? ടീച്ചർ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാണേ. ഓക്കെ. So second question da. Which are the major layers of atmosphere? ചിന്നു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ക്ലാസ് മനസ്സിലാവണുണ്ടോ? ഇപ്പോഴാണ് കയറിയെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് നോക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ. സോ which are the major layers of atmosphere? അറ്റ്മോസ്ഫിയറിന്റെ മേജർ ലെയേഴ്സ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് എർത്തിന്റെ ലെയേഴ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ആരുടെ ലെയറാ? അറ്റ്മോസ്ഫിയറുടെ ലെയറാണ്. ഓക്കെ. സോ അറ്റ്മോസ്ഫിയറിന് 5 ലെയേഴ്സ് ഉണ്ട്. എത്ര ലെയറുകളുണ്ട്? 5 ലെയർ ഉണ്ട്. ഇതിൽ ആദ്യത്തെ ലെയർ അല്ലെങ്കിൽ ലോവർ മോസ്റ്റ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. ഓക്കെ. ഏറ്റവും ലോവർ മോസ്റ്റ് ലെയറിന് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു. ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ. ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ കാണുന്ന ആളാരാ? മെസോസ്ഫിയർ ആണ്. ഓക്കെ. സ്ട്രാറ്റോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ നമുക്ക് മെസോസ്ഫിയറെ കാണാം. അതിന്റെ മുകളിൽ തെർമോസ്ഫിയറെ കാണാം. ഏറ്റവും പൊക്കത്ത് ആരെ കാണാം? ദാറ്റ് ഈസ് എക്സോസ്ഫിയർ. അപ്പൊ ഈ ലെയറുകൾ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഏറ്റവും താഴെ ആരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയർ ലെയറിന്റെ പ്രത്യേകത എന്താ? എർത്തിൽ നിന്നും 13 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ ലെയർ കിടക്കുന്നത്. ഓക്കെ. ഇത് ഏറ്റവും അടുത്താണ്. എത്ര കിലോമീറ്റർ ആണ്? 13 കിലോമീറ്റേഴ്സ് ലെയേഴ്സിലാണ്, ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ക്ലൗഡും റെയിനും സ്നോവും എല്ലാം ഉണ്ടാവുന്നത്. ഓക്കെ. ക്ലൗഡ് ആയിക്കോട്ടെ, റെയിൻ ആയിക്കോട്ടെ, സ്നോ ആയിക്കോട്ടെ, ഫോഗ് ആയിക്കോട്ടെ, എല്ലാം ഉണ്ടാവുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ. അപ്പൊ ആ ലെയറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? രണ്ടാമത്തെ ലെയർ ഏതാ? ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളില് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഒക്കെ ഉണ്ട്. നമ്മൾ ഓസോൺ ലെയർ എന്നൊക്കെ പറയില്ലേ? അതെല്ലാം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ. Then മെസോസ്ഫിയർ. മെസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ തെർമോസ്ഫിയർ. പിന്നെ ആരാണ്? എക്സോസ്ഫിയർ. So this was an important question. So let's see. Troposphere is the lowermost layer. ഇപ്പൊ ടീച്ചർ പറഞ്ഞു അല്ലേ? Troposphere ആണ് lowermost layer. The stratosphere is located just above the troposphere. അതും നമ്മൾ പറഞ്ഞു. Then mesosphere extended from around 50 kilometer to 80 kilometer above the stratosphere. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ 50 മുതൽ 80 കിലോമീറ്റർ വരെ കിടക്കുന്ന ആളാരാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. മെസോസ്ഫിയർ ആണ്. ഓക്കെ. Then thermosphere lies about 80 to 400 kilometer. എത്ര കിലോമീറ്റർ ആണ് തെർമോസ്ഫിയറിന്? 80 മുതൽ 400 കിലോമീറ്റർ ആണ്. Then എക്സോസ്ഫിയർ എന്ന് പറയുന്നത് 400 കിലോമീറ്ററിന്റെ എബവ് ആണ്. ഇതാണ് ഏറ്റവും മുകളിൽ കാണുന്ന ലെയർ. അപ്പൊ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. മെസോസ്ഫിയർ എന്ന് പറയുന്നത് 50 to 80 കിലോമീറ്റർ ആണ്. തെർമോസ്ഫിയർ എന്ന് പറയുന്നത് 80 to 400 ആണ്. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 400 ആണ്. ഓക്കെ. അപ്പൊ ഇനി തെറ്റോ? ഇത് തെറ്റിക്കരുത് കേട്ടോ. എന്തായാലും തെറ്റിക്കരുത്. ഇമ്പോർട്ടന്റ് ആണ്. Then നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം.
The distance to the center of the earth is about 6,371 kilometer. Okay, distance of the center of the earth. Earthന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6,371 കിലോമീറ്റർ ആണ്. It is not possible for humans to understand about the earth interior directly. അപ്പോൾ നമുക്ക് നേരിട്ട് പോയിട്ട് എർത്തിന്റെ ഉള്ളിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മളിപ്പോൾ എക്സിബിഷൻ ഒക്കെ പോകുമ്പോൾ ഒരു എർത്തിന്റെ മോഡലൊക്കെ കാണും അല്ലേ? എന്ന് വെച്ച് നമുക്ക് കറക്റ്റ് എർത്തിന്റെ ഉള്ളിൽ പോയിട്ട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. So the knowledge about the interior of the earth is based on scientific studies and conclusion. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള പഠനങ്ങൾ മീൻസ് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെ മാത്രമാണ് നമുക്ക് എർത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ how could we collect information about the interior of earth? അപ്പോൾ ഒരു ചോദ്യം ഇതാണ്. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റി ബേസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ചോദിക്കുന്നത്. Part A. How could we collect information about the interior of earth? എർത്തിന്റെ ഉള്ളിലെ കുറിച്ച് ഇന്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം നമുക്ക് എങ്ങനെ പറ്റും? യെസ്, അത് എങ്ങനെയാണ്? It is by examining materials that reach the earth's surface through volcanic eruption. Okay, volcanic eruptionലൂടെ ഉള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എർത്തിലേക്ക് സാധനങ്ങൾ എത്തില്ലേ? ഇതിലൂടെയാണ് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? കൺക്ലൂഷൻസിലേക്ക് എത്തുന്നത്. സോ മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. ഓക്കെ, ദെൻ ഫ്രം ദ ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, നമ്മൾ ഖനനം ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുമുള്ള ഇൻഫർമേഷന്റെ ബേസിൽ by analyzing motion of waves generated during earthquake. Okay, earthquake ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തിരമാലകൾ ഉണ്ടാവും അല്ലേ? വേവ്സ് ഉണ്ടാവും. അതിലൂടെയുള്ള അനലൈസിങ്, ആ വേവ് മൂവ്മെന്റുകൾ അനലൈസ് ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് 3 രീതിയിലാണ് കിട്ടുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, വോൾക്കാനിക് ഇറപ്ഷനിലൂടെ മെറ്റീരിയൽസ് എർത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിലൂടെ. പിന്നെ എങ്ങനെയാണ്? മൈനിങ്ങിലൂടെ. പിന്നെ മൂന്നാമത്തെ എന്താണ്? യെസ്, ദാറ്റ് ഈസ് by analyzing the motion of waves during earthquakes. Okay, earthquakes സമയത്ത് motion of waves നടത്തുന്നതിലൂടെ. ക്ലിയർ ആയില്ലേ? Then part B. ഇതിലെ part B question ആണ്. Which are the correct statement about crest? ക്രെസ്റ്റിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നാണ്. അപ്പൊ ക്രെസ്റ്റിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയാൻ നമുക്ക് എന്തറിയണം? ക്രെസ്റ്റ് അറിയണം. ക്രെസ്റ്റ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. So let's see. The crest have 2 parts. Namely continental crest and oceanic crest. Continental crest ഉം oceanic crest എന്ന് പറയുന്ന 2 രീതികൾ, 2 പാർട്ടുകൾ ക്രെസ്റ്റിനുണ്ട്. ആക്ച്വലി ഇതെന്താണ്? ശരിയാണ് അല്ലേ? Then it is formed by iron and nickel. Iron and nickel യൂസ് ചെയ്തിട്ടാണോ ഇത് ഫോം ചെയ്തിരിക്കുന്നത്? അല്ല, തെറ്റാണ്. അത് കോറാണ്. ഓക്കെ, അയേണും നിക്കലും വെച്ച് ഫോം ചെയ്തുണ്ടാക്കിയ ലെയർ കോറാണ്. അപ്പൊ ഇത് തെറ്റാണ്. Then it has 2 parts, namely lithosphere and asthenosphere. Lithosphere ഉം asthenosphere എന്ന് പറയുന്ന 2 ലെയറുകൾ ഉണ്ട്. ഉണ്ടോ? ഇല്ല. അത് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? മാന്റിലാണ്. അപ്പൊ അതും തെറ്റാണ്. The lithosphere is the outermost rocky part of the earth. എർത്തിന്റെ outermost rocky part ആണ് lithosphere എന്ന് നമുക്ക് പറയാം. അതെന്താണ്? ശരിയാണ്. അപ്പോ A and D are the right one. അപ്പൊ നമുക്ക് ഈ ലെയേഴ്സിനെ കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, then what is the outermost layer of the earth called? എർത്തിന്റെ outermost ലെയറിനെ നമ്മൾ എന്ത് പേരിൽ പറയും? That is crest അല്ലേ? നമുക്ക് അറിയണ കാര്യമാണ് crest. Divided into 2. ഏതൊക്കെയാണ്? കോണ്ടിനെന്റൽ ക്രെസ്റ്റും ഓഷ്യാനിക് ക്രെസ്റ്റും അല്ലേ? ഇതിൽ ഏത് ലെയറാണ് കൂടുതൽ തിക്ക്? ദാറ്റ് ഈസ് കോണ്ടിനെന്റൽ ആണ്. ഇനി തെറ്റില്ലല്ലോ ആർക്കും? നാളെ തെറ്റരുത് കേട്ടോ. ഇത് പഠിക്കാൻ ടീച്ചർ ഒരു എളുപ്പ വഴി പറഞ്ഞു. എന്താ? ചിന്നു മിന്നു ഔട്ട്ഡോർ ഇൻഡോർ ഗെയിം കളിക്കാൻ പോയി. ഓക്കെ, so the 4th question, let's see. The presence of ozone gas in the atmosphere protect the earth by blocking harmful ultraviolet rays from the sun. Okay, ozone ഗ്യാസിന്റെ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഓസോൺ ഗ്യാസ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അൾട്രാ വയലറ്റ് റേസ്, രശ്മികൾ വെച്ച് നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ
September 16 is observed as World Ozone Day. September 16 ആണ് World Ozone Day ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. It was declared as Ozone Layer Protection Day by the United Nations General Assembly in 1988. അപ്പോൾ ഇത് ആരാണ് അങ്ങനെ ഒരു ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്? That was by United Nations General Assembly in 1988. 1988. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഓസോൺ ഡേ സെപ്റ്റംബർ 16 ആക്കിയതാരാണ്? യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ്. എപ്പോഴാണ്? 1988 അഥവാ 1988. ക്ലിയർ? അപ്പൊ ഇതുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ശ്രദ്ധിക്കണില്ലേ എല്ലാരും? അല്ലേ, ശ്രദ്ധിക്കണില്ലേ? Okay, so what are the harmful effects of ultraviolet rays on earth? Ultraviolet രശ്മികൾ എർത്തിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് നമ്മളെ എഫക്ട് ചെയ്യണത്? നമുക്കറിയാം, നമുക്കൊരു ഓസോൺ ലെയർ ഉണ്ട് അല്ലേ? ഈ ഓസോൺ ലെയർ എവിടെയാണ് ഉള്ളത്? യെസ്, ദാറ്റ് ഈസ് ഓൺ ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് റേസിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇത് തടഞ്ഞു നിർത്താതെ ഇത് എർത്തിലേക്ക് വരുമ്പോ, നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോ എന്ത് സംഭവിക്കും? എന്തൊക്കെയാ സംഭവിക്കണേ? കൊളാപ്സ് ഓഫ് ഫുഡ് ചെയിൻ. ഓക്കെ, നമ്മുടെ ഫുഡ് ചെയിനുകളെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Then crop damage. പിന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ വിളകളെല്ലാം നശിച്ചു പോവും. സ്റ്റണ്ണിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്. ചെടികൾ വളരുന്നതിൽ എന്താണ്? മുരടിച്ച് വരും. Then early aging. നമുക്കൊക്കെ പെട്ടെന്ന് വയസ്സായി പോവും. Then blindness, cataract. ഓക്കെ, നമുക്ക് കണ്ണ് കാണാതെയാവും. കാട്രാക്ട് പോലുള്ള പ്രശ്നങ്ങൾ വരും. സ്കിൻ ക്യാൻസർ. അതിൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിലോട്ട് തട്ടിയിട്ട് നമുക്ക് സ്കിൻ ക്യാൻസർ വരും. അപ്പോൾ വാട്ട് ആർ ദ മേജർ ഹാർംഫുൾ ഇഫക്റ്റ്? നമുക്ക് നാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, then which day is observed as World Ozone Day? World Ozone Day എപ്പോഴാണ്? സെപ്റ്റംബർ 16 നമുക്ക് World Ozone Day ട്ടോ. Then complete the diagram. Next question ആണ്, complete the diagram given below by indicating the features of each layer of the earth interior. അപ്പോൾ നമ്മുടെ എർത്ത് തന്നിട്ടുണ്ട്. ഈ എർത്തിന്റെ 3 ലെയറുകൾ ടീച്ചർ പറഞ്ഞു. എർത്ത്, ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഇതിനെ സബ് ഡിവൈഡ് ചെയ്ത് പോയതാണ്. അപ്പൊ ഈ 3 ലെയറുകളെ കുറിച്ചും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 1, 2, 3 3 കാര്യങ്ങൾ എഴുതണം. എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ ആളാരാണ്? ക്രസ്റ്റ് ആണ് അല്ലെ? ക്രസ്റ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലേ? അത് ഒരു ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്തുള്ള ലെയർ ആണ്. അത് ഭയങ്കര തിൻ ലെയർ ആണ്. ഓക്കെ, ദെൻ it have 2 parts, namely continental crust and oceanic crust. Continental crust ഉം oceanic crust എന്ന് പറയുന്ന 2 പാർട്ടുകൾ അതിനുണ്ട്. ഇതിലെ ഏറ്റവും തിക്ക് കോണ്ടിനെന്റൽ ആണ്. Then mantle. Mantle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Yes, it is the layer below the crust അല്ലേ? ക്രസ്റ്റിന് താഴെയുള്ള ലെയർ ആണ്. ഇത് ലെയർ extended up to 2900 kilometer below the right. ഓക്കെ, ക്രസ്റ്റിന്റെ താഴെ 2900 കിലോമീറ്റർ ഇതെന്താണ്? എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇത് തിക്ക് ലെയർ ആണ്. ഓക്കെ, മാന്റിൽ എന്താണ്? തിക്ക് ലെയർ ആണ്. മാന്റിലിന്റെ അപ്പർ പാർട്ടിനെ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കും. ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ, മാന്റിലിന്റെ അപ്പർ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ദെൻ കോർ. കോറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോർ പറയുന്നത് മാന്റിലിന്റെ തൊട്ട് താഴെയുള്ളതാണ് കോർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നിഫി. NIFE എന്നാണ് പറയുന്നത്. കാരണം അത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ത്രൂ നിക്കൽ ആൻഡ് അയേൺ അല്ലേ? നിക്കലും അയേൺ വഴി ഫോം ചെയ്തുകൊണ്ട് തന്നെ കോറിനെ നമ്മൾ നിഫി എന്ന് പറയുന്നു. This layer is below the mantle. It was divided into outer core and inner core. We discussed അല്ലേ? The temperature in the inner core is about 5500 degrees Celsius. Inner core ന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ക്ലിയർ ആയില്ലേ കോർ? അപ്പൊ ഈ ലെയേഴ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലേ? കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആയില്ലേ എന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ.
ക്ലിയർ ആയിട്ടുണ്ട്? ഹലോ ഹലോ, പോകട്ടെ, അടുത്ത പാർട്ടിലേക്ക് പോവാണേ. ഐഡന്റിഫൈ ദ പാർട്ട്. ദേ വീണ്ടും ഒരു ട്രയാങ്കിൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹെവലിൻ ടി രാജു. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 1 2 3 4 5 5 ഭാഗങ്ങൾ തന്നിട്ട് അതിനെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. ഇത് ഏത് തന്നെയാണ്? ഇത് നമ്മുടെ ഏർത്തിന്റെ തന്നെ കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ആദ്യത്തെ പാർട്ട് ഏതാ? ഈ പാർട്ടാണ് നമ്മുടെ ക്രസ്റ്റ്. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ചിന്നു മിന്നു ഔട്ട്ഡോർ ഇൻഡോർ ഗെയിം കളിക്കാൻ പോയി. അപ്പൊ ഈ ലാസ്റ്റത്തെ ഔട്ടർ കോറും അതിന്റെ ലാസ്റ്റ് ഇന്നർ കോർ ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടാണ് പ്രശ്നം. അപ്പൊ ഇവിടെ മാന്റിൽ ഉണ്ട്, ഇവിടെയും മാന്റിലാണ്. ഇത് എന്ത് മാന്റിലാണ്? ആദ്യത്തെ അപ്പർ മാന്റിലും രണ്ടാമത്തെ ലോവർ മാന്റിലും ആണ്. ഓക്കെ, അപ്പൊ ചിന്നു മിന്നു, മിന്നുവിനെ രണ്ടാക്കിയിട്ടുണ്ട്, അപ്പർ മിന്നുവും ലോവർ മിന്നു. ഓക്കെ, അപ്പർ മാന്റിലും ലോവർ മാന്റിലും. ക്ലിയർ ആയില്ലേ? യെസ്, ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കറക്റ്റ് ആണ്. ആദ്യത്തെ ക്രസ്റ്റ് ആണ്, രണ്ടാമത്തെ അപ്പർ മാന്റിലും ലോവർ മാന്റിലും, അതിന്റെ താഴെയാണ് ഔട്ടർ കോറും ഇന്നർ കോറും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. വാട്ട് ഈസ് ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ, ഔട്ടർ കോർ ആൻഡ് ഇന്റർ കോർ. കറക്റ്റ് ആണ് കേട്ടോ ഹെവലിൻ, കറക്റ്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം കേട്ടോ. ഇഫ് ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5. എല്ലാ വെള്ളത്തിനും എന്താണ്? അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു pH വാല്യൂ ഉണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അപ്പൊ ഈ pH വാല്യൂ, റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5ൽ കുറഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ കോൾ, petroleum fuels, diesels, etc. are burned, many gases such as carbon dioxide, carbon monoxide, sulfur dioxide are released into the atmosphere. Okay, നമ്മൾ കോളും പെട്രോളിയം ഗ്യാസ് പ്രൊഡക്ട്സ് എല്ലാം എന്താണ്? കത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ എന്താണ്? നമുക്ക് അറ്റ്മോസ്ഫിയറിൽ എത്തും. ഇൻ ദ അറ്റ്മോസ്ഫിയർ ദീസ് ഗ്യാസസ് മിക്സസ് വിത്ത് റെയിൻ വാട്ടർ. അറ്റ്മോസ്ഫിയറിലെ ഈ ഗ്യാസസ് മഴവെള്ളമായിട്ട് മിക്സ് ചെയ്യുകയും ഇത് അസിഡിക് ആയിട്ട് മാറുകയും ഭൂമിയിൽ ആസിഡ് റെയിൻ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പ്യുവർ വെള്ളത്തിന്റെ pH വാല്യൂ 7 ആണ്. റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5ൽ നിന്നും കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ആസിഡ് റെയിൻ എന്ന് പറയും. അപ്പൊ ആ പ്രോസസ് എങ്ങനെയായിരുന്നു? യെസ്, ദ പ്രോസസ് ഈസ് നമ്മൾ കോളും പെട്രോളിയം കാര്യങ്ങളെല്ലാം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എല്ലാം വരും. അപ്പോൾ ഈ ഗ്യാസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുമ്പോൾ അത് അസിഡിക് ആവും. അങ്ങനെ അത് ആസിഡ് റെയിൻ ആയിട്ട് മാറും. അപ്പൊ ഐ തിങ്ക് ദിസ് ഈസ് കറക്റ്റ് അല്ലേ? അത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. Then let's see the 8th question. Observe the following pictures. What activities cause atmospheric pollution? ഇത് ഈ പിക്ചർ ക്ലിയർ ആണ് എന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ ഡെഫിനിഷൻസ് എല്ലാം എക്സാം പോയിന്റിന്റെ ടേം 1 സോഷ്യൽ സയൻസിന്റെ പേജ് 1.6 ഗൈഡ് പേജ് 1.6 അപ്പൊ എല്ലാവരും അത് റെഫർ ചെയ്തിട്ടായിരിക്കും ഇപ്പൊ ഇവിടെ ഇരിക്കാന്ന് അറിയാം. ആരെങ്കിലും അത് റെഫർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ പേജ് എടുത്തൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഈ പിക്ചർ കണ്ടിട്ട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്തെല്ലാം കാരണങ്ങളിലൂടെയാണ് ഉണ്ടാവണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്മോക്ക് ഫ്രം ഫാക്ടറീസ് അല്ലെ, ഫാക്ടറീസ് നിന്നുള്ള പുകകള്, വെഹിക്കിളിൽ നിന്നുള്ള എമിഷൻ, ദെൻ പ്ലാസ്റ്റിക് കത്തിക്കൽ അല്ലെ, ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്, ദെൻ സ്റ്റബിൾ ബേണിംഗ്, നമ്മൾ ഈ കാടൊക്കെ കത്തിക്കില്ലേ അങ്ങനെ, ദെൻ ബസ്റ്റിംഗ് ഓഫ് ഫയർ ക്രാക്ക്, പടക്കം പൊട്ടിക്കുക അല്ലേ, ദെൻ വോൾക്കാനിക് ഇറപ്ഷൻ, ദെൻ സ്മോക്ക് ഫ്രം ഫാക്ടറീസ്, ഇതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷൻ ഉണ്ടാക്കണം. നമുക്ക് തന്നെ അറിയാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 എണ്ണം, ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക.
Then what can we do to reduce atmospheric pollution? Atmospheric pollution കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് atmospheric pollution കുറയും? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. atmospheric pollution എങ്ങനെയൊക്കെ കുറയുംന്ന്? യെസ്, നമുക്ക് മരങ്ങളൊക്കെ വെട്ടാതിരിക്കുക അല്ലേ? ഹെവലിൻ ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണെന്ന്? That is afforestation, then using of solar energy. നമുക്ക് solar energy use ചെയ്യാം. using solar energy correct ആണ്. Then using bicycles, നമുക്ക് അടുത്തൊക്കെ പോവാണെങ്കിൽ നമുക്ക് സൈക്കിളിൽ പോവാം. Then promote the adoption of electric vehicles. Okay, electric vehicles-ന്റെ promotions നമുക്ക് കൊണ്ടുവരാം. urban planning and green spaces, നമുക്ക് പച്ചപ്പ് നടാം. ഓക്കെ, നമുക്ക് വീട്ടിലാണെങ്കിലും ചെറിയൊരു ഗാർഡൻ, ചെറിയൊരു ഗ്രീൻ സ്പേസ് എല്ലാം നമുക്ക് ഉണ്ടാക്കാം. യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അതെ, ഇപ്പൊ നമുക്ക് ബൈസൈക്കിൾസിന്റെ കൂടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസും യൂസ് ചെയ്യാം. എല്ലാവരും അവനവന്റെ വണ്ടി പോകാണ്ട് ഒറ്റ വണ്ടിയിൽ കുറേ പേര് കയറിയാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ? എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെയർ ആണ് എന്ന് പറയുന്നത്? യെസ്, അത് മെയിൻലി ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന ആയിട്ടുള്ള ക്ലൗഡ്, റെയിൻ, സ്നോ, വിൻഡ് എല്ലാം ഉള്ളത് എവിടെയാണ്? ഈ ലെയറിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ലെയർ ആണ് അല്ലെ? നമ്മുടെ ഭൂമിയിൽ നിന്നും 13 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ലെയർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെയർ ആണ്. ഓക്കെ, then match the following. Let's see the match the following question. The crust, the mantle, the core. B എന്താണ്? It extended up to about 2900 kilometer. It is also known as NIFE and outer layer. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. നമ്മളിപ്പോൾ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ്? ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ ലെയർ ആണ്. അപ്പൊ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ ലെയർ ആണ്. Then mantle നമ്മൾ പഠിച്ചു, ക്രസ്റ്റിന്റെ താഴെ 2900 കിലോമീറ്ററിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നടക്കുന്നതാണ്. Then core എന്ന് പറയുന്നത് എന്താണ്? NIFE. NIFE ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ? എന്തായിരുന്നു NIFE എന്ന് പറയുന്നത്? That is നിക്കൽ ആൻഡ് അയേൺ ഫോം ചെയ്തിട്ടാണ് കോർ ഉണ്ടാവുന്നത്. സോ ഇതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കറക്റ്റ് ആണ്. ഔട്ടർ ലെയർ 2900 കിലോമീറ്ററും എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഓൾസോ നോൺ ആസ് NEFE. ദിവ്യ പറഞ്ഞിട്ടുണ്ട് ഓൾസോ നോൺ ആസ് NEFE. കറക്റ്റ് ആണ് കേട്ടോ ദിവ്യ, കറക്റ്റ്. ഓക്കെ, so let's see the 12th question, that is explain atmosphere and atmospheric pollution. Atmosphere-ഉം atmospheric pollution-ഉം പറഞ്ഞാൽ എന്താണ്? എന്താണ് atmosphere എന്ന് പറഞ്ഞാൽ? Yes, that is അന്തരീക്ഷ മലിനീകരണം അല്ലേ? The gaseous blanket that covers the earth is known as atmosphere. എർത്തിനെ ഗ്യാസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഗേഷ്യസ് ഇതുമായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആയിട്ട്, ഒരു പുതപ്പായിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ എന്താ നോക്കട്ടെ? ദിവ്യ ഉണ്ട്, ഹെവലിൻ ഉണ്ട്, ആരെങ്കിലും പറഞ്ഞ എന്താണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് യെസ്, the earth is known as atmosphere. Correct ആണ് കേട്ടോ. Air covers the earth is known as atmosphere. Correct ആണ്. So let's see what is atmospheric pollution. Mixing of toxic gases. Correct. ഒറ്റയടിക്ക് ഉത്തരം തന്നു അല്ലേ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും ഒക്കെ ഗ്യാസസുകൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സ് ആയി വരികയാണെങ്കിൽ, ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് മിക്സ് ആയി വരുമ്പോൾ നമ്മൾ അതിനെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറയും. വെരി ഗുഡ് കേട്ടോ. So the mixing up of smoke, toxic gases and other chemicals in the air that alter the composition of atmosphere is known as atmospheric pollution. Clear ആയില്ലേ? അപ്പോ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. അപ്പൊ ടീച്ചർ ഇനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റൈറ്റ്. ഡിഫൈൻ അയണോസ്ഫിയർ. ദേ ഒരു പുതിയ ആള് വന്നു അല്ലേ? അയണോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കാം. At an altitude of about 80 to 400 kilometer. 80 to 400 കിലോമീറ്ററിലുള്ള ആരാണ്? തെർമോസ്ഫിയർ ആണ് അല്ലേ? തെർമോസ്ഫിയർ ആണ്. അപ്പൊ ഈ തെർമോസ്ഫിയറിൽ
ഒരു intense solid radiation such as UV, X-rays, etc. convert the gas molecule into iron. അപ്പോൾ ഈ തെർമോസ്ഫിയറിൽ എന്താണ് അൾട്രാ വയലറ്റ് രശ്മികളും എക്സ്റേസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് അയേൺ കണ്ടന്റുകളായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. ഈ അയണൈസേഷൻ നടക്കുന്നത് എവിടെയാണോ അതിനെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അയണോസ്ഫിയർ എവിടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? തെർമോസ്ഫിയറിൽ. കാരണം 80 to 400 കിലോമീറ്ററിലുള്ള ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഏത് ലെയർ ആണ്? തെർമോസ്ഫിയർ ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, then what is the role of ozone? നമുക്ക് ഓസോൺ ലെയർ എന്നൊക്കെ നമ്മൾ കേട്ടു അല്ലേ? നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത സാധനമാണ്. ഓസോൺ എന്ന് പറയുന്നത് നമുക്ക് ഏത് ലെയറിൽ കാണാൻ പറ്റുന്നതാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ കാണാൻ പറ്റും. ഈ സ്ട്രാറ്റോസ്ഫിയർ നമ്മുടെ എത്രാമത്തെ ലെയറാ? പറഞ്ഞേ, സ്ട്രാറ്റോസ്ഫിയർ എത്രാമത്തെ ലെയറാന്ന് പറഞ്ഞേ? ദാറ്റ് ഈസ് സെക്കൻഡ് ലെയർ ആണ് അല്ലെ? സെക്കൻഡ് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ the presence of ozone gas in the atmosphere protect the earth by blocking the harmful ultraviolet rays from the sun. എന്താണ് സംഭവിക്കുന്നത്? ഈ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള രശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് എത്താതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഓസോൺ ലെയർ നമ്മൾ protecting the earth from harmful rays of sun. കറക്റ്റ് ആണ്. ഓക്കെ, if ultraviolet rays reach the earth's surface at the increased rate, it harmful to the living organisms and ecosystem. അല്ലേ? അൾട്രാവയലറ്റ് രശ്മികൾ ഇപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് വലിയ തോതിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യും. അപ്പൊ നെഗറ്റീവ് ഇമ്പാക്ട്, ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഫുഡ് ചെയിന് കൊളാപ്സ് ആവും, നമ്മുടെ ക്രോപ്പ് എല്ലാം ഡാമേജ് ആയി പോവും. ഇതൊക്കെയാണ് നമ്മുടെ ഓസോൺ ലെയർ കൂടുതലായിട്ട് ഓസോൺ ലെയറിന് എന്തെങ്കിലും പറ്റിയാലോ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയിൽ എത്തിയാലോ സംഭവിക്കുക. Then in which period was the oldest known map made? ഓക്കെ, പഴയ രീതിയിലുള്ള മാപ്പുകൾ ഏത് രീതിയിലാണ് വന്നിരുന്നത് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ്? ഇറ്റ് വാസ് ഓൺ BCE 2500. ഓക്കെ, 2500 BCEയിലാണ് ഇത് വന്നിരുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ്. The temperature at the center of the interior of Earth is about 5500 degrees Celsius. ഓക്കെ, നമ്മുടെ എർത്തിന്റെ സെന്ററിലെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് മറക്കരുത്. അതേപോലെ തന്നെ യെസ്, രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. BCE 2500 അത് കറക്റ്റ് ആണ് കേട്ടോ. Then the fine particles in the atmosphere are called hygroscopic nuclei. ഇത് രണ്ട് കാര്യങ്ങളും ടീച്ചർ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ആ ടേം ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ വൺ വേർഡിന് എന്തെങ്കിലും ചോദിച്ചാലോ, അതുകൊണ്ടാണ് ടീച്ചർ അത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ അല്ലേ അവർ എർത്ത് അല്ലെ? ഇതിൽ ആകെ പഠിക്കാനുള്ളത് ക്രസ്റ്റ്, മാന്റിൽ, കോർ, അതേപോലെ നമ്മുടെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. ഇതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വരുന്നത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എങ്ങനെയാണ്, അതൊക്കെ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതൊക്കെ ചാൻസ് ഉണ്ട് എന്ന് പറയാം. Then we are moving to the next chapter, that is Indian subcontinent. എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് നോക്കാം. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് കോണ്ടിനെന്റുകളെ കുറിച്ച്, ഓഷ്യനെ കുറിച്ച് അല്ലെ? എന്താണ് സബ് കോണ്ടിനെന്റ്, എന്താണ് കോണ്ടിനെന്റ് എന്നൊക്കെ. അപ്പൊ എന്താ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ലിയർ ആണോ? ഫൈൻ. കോണ്ടിനെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്ഥലമാണ് അല്ലെ? ടോപ്പോഗ്രഫിക്കലി മൗണ്ടൻസ് എല്ലാം ഉള്ള വലിയ സ്ഥലമാണ് കോണ്ടിനെന്റ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓഷ്യൻസ് ഡിവൈഡ് ചെയ്യുന്നതാണ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ കോണ്ടിനെന്റിന്റെ ഉള്ളിൽ മൗണ്ടൻ റേഞ്ചസ് എല്ലാം ഡിവൈഡ് ചെയ്യുന്നതാണ് സബ് കോണ്ടിനെന്റ്. ചെറിയ ചെറിയ സ്ഥലങ്ങൾ അല്ലെ? അപ്പൊ വലുത് കോണ്ടിനെന്റ്, അതിന്റെ കുറച്ച് ചെറുതാണ് നമ്മുടെ സബ് കോണ്ടിനെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം നമുക്ക് 7 കോണ്ടിനെന്റ് ആണ് ഉള്ളത് അല്ലെ? 7 കോണ്ടിനെന്റ് ഉണ്ട്. ഏതൊക്കെയാണ് 7 കോണ്ടിനെന്റ്? ഏഷ്യ ഉണ്ട്, then we have Asia, we have Africa അല്ലെ, then
ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്. കഴിഞ്ഞു. അപ്പൊ 4 ഏല് തുടങ്ങുന്ന സാധനങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, 2 അമേരിക്കയുണ്ട്, 1 യൂറോപ്പ് ഉണ്ട്. ഇത്രയാണ് നമ്മളെ കോണ്ടിനെന്റ്. ഏഷ്യ, യെസ് കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നുണ്ട് രണ്ടുപേരും കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിസ്റ്റ് ദ മേജർ കോണ്ടിനെന്റ് ഓൾസോ ഇൻ വിച്ച് കോണ്ടിനെന്റ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ്. ഒന്ന് പറഞ്ഞേ, ഈ മേജർ കോണ്ടിനെന്റുകൾ ഏതൊക്കെയാണ്? ഇന്ത്യ ഏത് കോണ്ടിനെന്റിലാണ്? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഇന്ത്യ ഏത് കോണ്ടിനെന്റിലാ? കോണ്ടിനെന്റ് നമ്മളിപ്പോ 7 പറഞ്ഞു. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, ദെൻ ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക പറഞ്ഞു, യൂറോപ്പ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇന്ത്യ ഈസ് ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ് അല്ലേ? കറക്റ്റ് ആണ് ഉത്തരം. ഏതാണ്? ഇന്ത്യ ഈസ് ഇൻ ഏഷ്യൻ സബ് കോണ്ടിനെന്റ്. സോറി, ഏഷ്യൻ കോണ്ടിനെന്റ്. സബ് കോണ്ടിനെന്റ് അല്ല, ഏഷ്യൻ കോണ്ടിനെന്റിലാണ്. അപ്പൊ അത് തെറ്റരുത് കേട്ടാ. Then next question നോക്കാം. Subcontinents are large continental area with same variety of topographical features and climate as mountains. Okay. So how can we classify the topography of Indian subcontinent? Indian subcontinent ന്റെ ടോപ്പോഗ്രഫി അല്ലേ, ഇതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താ? സബ് കോണ്ടിനെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് കോണ്ടിനെന്റൽ ഏരിയ ആണ് എന്നെല്ലാം പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ബൈ മൗണ്ടെയിൻസ് അല്ലേ? നമുക്ക് പർവ്വത നിരകളായിട്ട്, വാസ്റ്റ് പ്ലെയിൻസ് ഭൂമികളായിട്ട്, തരിശു ഭൂമികളായിട്ട്, ഡെസേർട്ട് അല്ലേ, നമുക്ക് മരുഭൂമികളായിട്ട്, പ്ലാറ്റ്യൂസ് ആയിട്ട്, കോസ്റ്റൽ പ്ലെയിൻ, ഐലൻഡ്സ്, ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ടോപ്പോഗ്രഫിക്കലി ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Then what are the factors influencing the climate of Indian subcontinent? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ എഫക്ട് ചെയ്യുന്ന ക്ലൈമറ്റുകൾ എന്തൊക്കെയായിരിക്കും? ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ദിവ്യ ഒന്ന് പറഞ്ഞേ, ഹെവലിൻ ഒന്ന് പറഞ്ഞേ. വിൻഡ്, യെസ് വിൻഡ് ഒക്കെ കറക്റ്റ് ആണ്. ലാറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് വഴി, ഓൾട്ടിറ്റ്യൂഡ് വഴി, ഫിസിയോഗ്രഫി വഴി, ഓക്കെ, പ്രൊമക്സിറ്റി ടു ഓഷ്യൻ, വിൻഡ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യാ? നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലിപ്പോ 1 2 3 4 5 ഉണ്ട്. അതിലൊരു 3 എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. യെസ് കറക്റ്റ് ആണ് കേട്ടോ നിങ്ങളുടെ ആൻസേഴ്സ്. ദെൻ വാട്ട് ഈസ് പാമീർ നോട്ട്? പാമീർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൂഫ് ഓഫ് ദ വേൾഡ് അല്ലേ, ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് നമ്മൾ പാമീർ നോട്ടിനെ അറിയപ്പെട്ടിരിക്കുന്നത്. So it is the meeting point of Tian Shan, Karakoram, Kulnkul and Hindu Kush mountain ranges. ഇത്രയും സ്ഥലങ്ങളുടെ എന്താണ്? ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് നമ്മുടെ പാമീർ നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്. ഓക്കെ, നമ്മുടെ വേൾഡിന്റെ റൂഫ്, മേൽക്കൂര എന്നാണ് ഈ സ്ഥലത്തിന് നമ്മൾ അറിയപ്പെട്ടത്. ആരാ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ? പാമീർ നോട്ട് കറക്റ്റ് ആണ് കേട്ടോ. Then ഐഡന്റിഫൈ ദ ഗിവൺ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഈ പിക്ചറിനെ ഐഡന്റിഫൈ ചെയ്യണം. ഈ പിക്ചറിനൊന്ന് ഐഡന്റിഫൈ ചെയ്ത ടീച്ചർ നോക്കട്ടെ. ഈ പ്രോസസ് എന്താന്നൊക്കെ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എന്ത് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പിക്ചർ ഷോയിങ്? ഇത് എന്തിന്റെ പിക്ചർ ആണ്? ദ പിക്ചർ ഈസ് അബൌട്ട് റെയിൻ ഷാഡോ റീജിയൻ അല്ലേ, മഴ നിഴൽ പ്രദേശത്തിനെ കുറിച്ചാണ്. അപ്പോ എക്സ്പ്ലെയിൻ ദ പ്രോസസ്. ഈ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഈ പ്രോസസ് സിമ്പിൾ ആയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു ഭാഗത്ത് മഴ ലഭിക്കുന്നില്ല, മറുവശത്ത് മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ മഴ ലഭിക്കാത്ത വശങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ലോ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് പറയാം അല്ലെ. കേരളത്തിലെ ഹെവി റെയിൻഫോളും തമിഴ്നാട്ടില് ലോവർ റെയിൻഫോളും ആണ്. അപ്പോ ഈ പ്രോസസ്സിന്റെ പേരാണ് റെയിൻ ഷാഡോ റീജിയൻ. എക്സ്പ്ലെയിൻ ദ പ്രോസസ്. പ്രോസസ് ഒന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഫിസിയോഗ്രഫിക് ഇൻഫ്ലുവൻസസ് ക്ലൈമറ്റ്. ഫിസിയോഗ്രഫി എന്താണോ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, there are some factors ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ തൊട്ട് മുമ്പേ ക്വസ്റ്റ്യനിൽ പഠിച്ചു. So moisture laden winds are obstructed by the mountains located against their direction resulting in rainfall. അപ്പോ എന്താണ്, നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള വിൻഡിനെ മൗണ്ടെയിൻസ് തടഞ്ഞു നിർത്തും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ളവിടേക്ക് എന്ത് കൊടുക്കും, മഴ കൊടുക്കും. ദേ കണ്ടോ, ഇവിടെ മഴ കിട്ടുന്നുണ്ട്, ഇവിടെ എന്ത് കിട്ടുന്നില്ല, മഴ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ കേരള എക്സ്പീരിയൻസസ് ഹെവി റെയിൻഫോൾ ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ വെസ്റ്റേൺ ഗട്ട്സിനെ സംബന്ധിച്ച് പശ്ചിമഘട്ടം നോക്കുമ്പോൾ കേരളത്തിലെ ഹെവി റെയിൻഫോൾ ആണ്, പക്ഷെ തമിഴ്നാട്ടിൽ എന്തില്ല, അത്രയും മഴയില്ല. അപ്പോ ദ റീജിയൻസ് വിത്ത് ലോ റെയിൻഫോൾ ആർ ജനറലി നോൺ ആസ് റെയിൻ ഷാഡോ റീജിയൻ. അപ്പോ മഴയില്ലാത്ത ലോ റെയിൻഫോൾ ആയിട്ടുള്ള ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഏത്, റെയിൻ ഷാഡോ റീജിയൻ. തെറ്റരുത്, ദ പ്ലേസ് ഈസ് നോൺ ആസ് റെയിൻ ഷാഡോ റീജിയൻ. ഇത് നമുക്ക് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ നമുക്ക് എന്തും ചെയ്യാം. ഈ പിക്ചർ ഒന്ന് നോക്കാം. ഈ പിക്ചറിലെ ഈ പ്രോസസ്സുകളില്ലേ, ഈ രണ്ടെണ്ണം എഴുതി വെച്ചതും നന്നായി പഠിച്ചോളൂ, ചിലപ്പോൾ നാളെ മാച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ഒരെണ്ണം എന്താണ് പേര് എഴുതാൻ പറഞ്ഞിട്ട് ഇത് എന്താണ് ഈ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. Then match the following. നമുക്ക് അടുത്തത് നോക്കാം. സോ ഇതിന്റെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പേജ് നമ്പർ 131 ഓഫ് ദ എക്സാം പോയിന്റിന്റെ ഗൈഡിലുണ്ട്. നമുക്ക് നോക്കാം. അത് നിങ്ങൾ എല്ലാവരും ടേം 1ന്റെ ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവുന്ന ടീച്ചർക്ക് അറിയാം, എന്നാലും ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. സോ ക്രോപ്പിംഗ് സീസണും ക്രോപ്സും. How many cropping season we have? നമുക്ക് എത്ര ക്രോപ്പിംഗ് സീസണുകൾ ഉണ്ട്? 3 ക്രോപ്പിംഗ് സീസണുകൾ ഉണ്ട് അല്ലേ? ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 ക്രോപ്പിംഗ് സീസണുകളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ 3 ക്രോപ്പിംഗ് സീസണിൽ ഖാരിഫ് സീസൺ എപ്പോ തുടങ്ങും? ഏകദേശം ഒരു ജൂൺ സമയത്തൊക്കെ തുടങ്ങും. അത് എപ്പോ അവസാനിക്കും? സെപ്റ്റംബർ സമയത്തൊക്കെ അവസാനിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കുക, ജൂണിൽ തുടങ്ങി സെപ്റ്റംബർ. റാബി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 3 സീസൺ ഉണ്ട്, കറക്റ്റ് ആണ് കേട്ടോ, ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഓക്കെ, അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, എന്നാല് റാബി സീസൺ എപ്പോ തുടങ്ങിയിട്ട് എപ്പോഴാണ് അവസാനിക്കാന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയട്ടെ. സീസൺസ് പഠിച്ചിട്ടുണ്ടോ? അറിയില്ലേ? ഓക്കെ, ടീച്ചർ പറഞ്ഞുതരാട്ടോ. അപ്പൊ റാബി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒക്ടോബറിൽ തുടങ്ങി ഒരു ഫെബ്രുവരി മന്തിലൊക്കെ അവസാനിക്കുന്നതാണ്. ഏത് റാബി? ഒക്ടോബർ ടു നവംബർ. ഒക്ടോബർ നവംബറിലാണ് അതിന്റെ സോയിങ് പീരീഡ്, കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ സെയ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു സമ്മർ, ഒരു ലൈറ്റ് സമ്മർ സീസൺ ആണ്. മാർച്ച് മുതൽ നമുക്ക് ആ ജൂൺ തൊട്ട് മുമ്പിലുള്ള മാസം വരെ നിൽക്കുന്നതാണ് സെയ്ദ് സീസൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 3 സീസണിന്റെയും മന്തുകള് നോക്കി വെക്കണം കേട്ടോ, നമുക്ക് എക്സാമിന് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ക്രോപ്പിംഗ് സീസണും ക്രോപ്പുകളും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കണത്? മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് പോവാം. ഖാരിഫ് എന്ന് പറയുന്നത് എന്താ? യെസ്, അതിന്റെ മേജർ ക്രോപ്പ് എന്ന് പറയുന്നത് പാഡി, കോട്ടൺ, ജൂട്ട്. ഓക്കെ, ഖാരിഫ് സീസണില് കുറെ മഴ വേണം. അപ്പൊ അതിന് നമ്മൾ ഏതൊക്കെ പറയാം? പാഡി, കോട്ടൺ, ജൂട്ട്, കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ റാബി സീസൺ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് റെയിൻ. ഓക്കെ, ഒരു മഞ്ഞുകാലം, ഒരു തണുത്ത കാലമാണ് അതിന് വേണ്ടത്. അതിൽ ഏതൊക്കെയാണ്? വീറ്റ്, പൾസസ്, മസ്റ്റാർഡ് ആണ് അതിൽ വരുന്നത്. Then സെയ്ദ് സീസൺ. സെയ്ദ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞു സമ്മർ സീസൺ ആണ് അല്ലേ? നമ്മൾ ഈ വാട്ടർമെലൺ, തണ്ണിമത്തങ്ങ അല്ലേ, കുമ്മട്ടിങ്ങ എന്നൊക്കെ നമ്മൾ പറയും. ഈ വാട്ടർമെലൺ ഒക്കെ നമ്മൾ വെയിൽ കാലത്താണ് കൂടുതൽ കഴിക്കുക അല്ലെ, മഴക്കാലത്ത് നമുക്ക് അത് കാണാൻ പറ്റില്ല. സോ വാട്ടർമെലൺ, ക്യുക്കംബർ, ഫോഡർ ക്രോപ്സ് എല്ലാം എന്താണ് നമുക്ക് സെയ്ദ് സീസണിലാണ് കിട്ടുന്നത്. ഓക്കെ, ഹെവലിൻ പറയുന്നത് കറക്റ്റ് ആണ് കേട്ടാ. അപ്പം നമുക്ക് സെയ്ദ് സീസണിലാണ്. അപ്പൊ ഈ കാലഘട്ടം ആലോചിക്കുക. അപ്പൊ ഖാരിഫ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം വേണം, റാബി എന്ന് പറഞ്ഞാൽ അത്ര വെള്ളം വേണ്ട, മസ്റ്റാർഡ് എന്ന് പറയുന്നത് സമ്മർ സീസണിലായിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ majority of the people in India are engaged in agriculture. Every crop has certain period for sowing and harvesting. There are mainly 3
agriculture seasons in India. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു അല്ലേ? ഇന്ത്യയിൽ കൂടുതൽ ജനങ്ങളും കൃഷിയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. നമുക്ക് വിളവെടുപ്പിനും അതേപോലെ സോയിങ്ങും ഹാർവെസ്റ്റിങ്ങിനൊക്കെ എന്താണ് ഡിഫറെന്റ് മന്ത്സ് ഉണ്ട്. സോ മെയിൻലി 3 അഗ്രികൾച്ചർ സീസണുകളും ഏതൊക്കെയാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കറിയും, കാരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ടേബിളിൽ വന്നിരിക്കണേ. ലെറ്റ്സ് സീ. അഗ്രികൾച്ചറൽ സീസൺ ഖാരിഫും ഉണ്ട് റാബിയും ഉണ്ട്. അപ്പൊ തൊട്ട് താഴെ ആരായിരിക്കും? ഖാരിഫും റാബിയുടെയും താഴെ ആരായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഖാരിഫ്, റാബിയും പിന്നെ ഏത് സീസൺ ആണ്? യെസ്, ദാറ്റ് ഈസ് സെയ്ദ് സീസൺ ആണ്. കറക്റ്റ് ആണ് കേട്ടോ ഹെവലൻ, കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് സെയ്ദ് സീസൺ ആണ്. അപ്പൊ നമ്മൾ 3 സീസൺ നമുക്ക് കിട്ടി അല്ലേ? ഡി ആണ്, സെയ്ദും കിട്ടി. ദെൻ ഖാരിഫ് സീസണിലെ ടീച്ചർ പറഞ്ഞു നല്ല മഴ വരണം, അല്ലെങ്കിൽ നല്ല പോലെ വെള്ളം വേണം അല്ലേ? അപ്പൊ ആ വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ ക്രോപ്സ് ഏതൊക്കെയായിരിക്കും? പാഡി അല്ലെ, നെല്ല്, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്റ, ഇതെല്ലാം എന്താണ് നമുക്ക് അഗ്രികൾച്ചറൽ സീസൺ ആയിട്ടുള്ള ഖാരിഫില് പറ്റണതാണ്. അപ്പൊ ഇത്രയും 4 എണ്ണത്തിൽ ഒരു 3 എണ്ണം, ഓക്കെ 5 എണ്ണം ഉണ്ട്, അതിലൊരു 3 എണ്ണം പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? പാഡി, കോട്ടൺ, ജൂട്ട്. ഖാരിഫില് അതിന്റെ സോയിങ് മന്ത്സ് എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ ഒക്കെ ആയിരിക്കും. റാബി സീസൺ, റാബി സീസൺ നമ്മൾ പഠിച്ചു. അത് എപ്പോഴാണ്? ഒക്ടോബർ, നവംബർ ആണ് അല്ലെ? ഒക്ടോബർ, നവംബറിലാണ് നമുക്ക് ഏതുള്ളത്? ഈ പറയുന്ന റാബി സീസൺ ഉള്ളത്. റാബി സീസണിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ക്രോപ്സ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വീറ്റ്, പൾസസ്, നമ്മൾ ധാന്യങ്ങള്, ഗോതമ്പ്, ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ നന്നായി പഠിച്ചു വെക്കണം. ഏതൊക്കെ ക്രോപ്പിംഗ് സീസണിൽ ഏതൊക്കെ ക്രോപ്പുകളാണെന്ന് അത് ചിലപ്പോൾ മാച്ച് ചെയ്യാനും ഇങ്ങനെ ടേബിൾ വൈസും ചോദിക്കും. ഇപ്പുറത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത് എഴുതി കഴിഞ്ഞു. അപ്പൊ അത് ക്ലിയർ ആയില്ലേ അല്ലേ? ക്ലിയർ അല്ലേ? Then mark the states that cultivate wheat in the map given below. ഒരു ഇന്ത്യൻ മാപ്പ് തന്നിട്ട് അതിൽ എന്താണ് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് അടയാളപ്പെടുത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അടയാളപ്പെടുത്തണമെങ്കിൽ നമുക്ക് ആ സ്ഥലം ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാനയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇന്ത്യൻ മാപ്പ് തന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പൊ ഈ ഗ്രീൻ ഇട്ടത് നിങ്ങൾക്ക് ഇതിൽ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിൽ വേറെ സ്റ്റേറ്റ്സും ഗ്രീൻ ആയി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എടുക്കണ്ട, ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെ ആൾ ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. പിന്നെ ഏതാണ്? മധ്യപ്രദേശ് ആണ്. പിന്നെ ഏതാണ്? ഹരിയാനയാണ്. ദെൻ പഞ്ചാബ് ആണ്. അപ്പൊ ഈ 4 സ്ഥലങ്ങളാണ് വീറ്റില് ഫ്രണ്ടിൽ നിൽക്കണേ. ഇതേപോലെ നമുക്ക് വേറെയും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ വീറ്റ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ചാൻസ് ഉള്ള വേറെ ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ ഇങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഒരു ഇന്ത്യ മാപ്പ് ഇട്ടത്. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടാ. So what are the major classification of crop? ക്രോപ്പുകളുടെ മേജർ ക്ലാസിഫിക്കേഷനുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ക്രോപ്സിന്റെ മേജർ ക്ലാസിഫിക്കേഷൻ? നമുക്കറിയാം, ക്രോപ്സ് ആർ ഡിവൈഡഡ് ഇൻടു 4-5 ways. ഓക്കെ, 4-5 രീതികളിൽ നമ്മൾ ക്രോപ്പുകളെ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആളാരാണ്? ഫുഡ് ക്രോപ്പ് ആണ്. ഓക്കെ, ഭക്ഷ്യവിള. ഫുഡ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയറക്ട്ലി ഫുഡായിട്ട് കൺസ്യൂം ചെയ്യണതാണ് ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലാണ് നമുക്ക് സീരിയൽസ്, പൾസസ്, ഓക്കെ ധാന്യങ്ങള് എല്ലാം ഇല്ലേ, പയറുവർഗ്ഗങ്ങള്, ധാന്യങ്ങളെല്ലാം വരണത് ഏതിലാണ്? ഫുഡ് ക്രോപ്സിലാണ്. ഇൻ ഇന്ത്യ, ഫൈൻ cereals such as rice and wheat and coarse cereals such as bajra, maize, ragi are grown. ഓക്കെ, ദേ ഹെവലിൻ എല്ലാ തരത്തിലുള്ള ക്രോപ്സിന്റെ പേര് ഇട്ടിട്ടുണ്ട്. നല്ല കുട്ടിട്ടാ. ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, ഫൈബർ ക്രോപ്സ്, ഓയിൽ സീഡ് എല്ലാം ഉണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. അതൊക്കെ ടീച്ചർ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോവാണേ. അപ്പോ ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഡയറക്ട്ലി നമ്മൾ കൺസ്യൂം ചെയ്യും. ഇതിൽ തന്നെ എന്തൊക്കെയുണ്ട്? സീരിയൽസും പൾസസും ഉണ്ട്. ഓക്കെ, അപ്പൊ വീറ്റ്, പാഡി, ബജ്ര, ജോവർ, മെയ്സ് എല്ലാം എന്താണ്? നമുക്ക് ഫുഡ് ക്രോപ്സിൽ ഉൾപ്പെടുത്താം.
രണ്ടാമത്തെ ഏതാ? ക്യാഷ് ക്രോപ്പ്. അപ്പൊ ക്യാഷ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, വാണിജ്യ വിള കൃഷി എന്നാ പറയാ. അപ്പൊ ക്യാഷ് ക്രോപ്സ് ആർ ഗ്രോൺ കൊമേഴ്ഷ്യലി ഓൺ എ ലാർജ് സ്കെയിൽ. ഓക്കെ, ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് ക്യാഷ് ക്രോപ്പ് എന്ന് പറയാം. കൊമേഴ്ഷ്യലി നമ്മൾ ഉണ്ടാക്കുന്നതിന് ഇതിൽ ഏതൊക്കെ വരും? ഷുഗർ കെയിൻ, ഓക്കെ, then tobacco, cotton, jute and oil seed. ഇതെല്ലാം എന്തിൽ വരും? നമുക്ക് ക്യാഷ് ക്രോപ്സിൽ വരും. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഷുഗർ കെയിൻ, ടൊബാക്കോ, കോട്ടൺ പരുത്തി, ജൂട്ട് ആൻഡ് ഓയിൽ സീഡ് എല്ലാം നമുക്ക് ക്യാഷ് ക്രോപ്സിൽ കാണാനായിട്ട് സാധിക്കും. Then we have fiber crops. Okay, ഫൈബർ, ഈ നാരുകള്, അതാണ് ഫൈബർ ക്രോപ്സ്. അപ്പൊ ഫൈബർ ക്രോപ്സിൽ നമുക്ക് കോട്ടൺ, ജൂട്ട് ആർ ദ മേജർ ഫൈബർ ക്രോപ്പ് ഇൻ ഇന്ത്യ. ഫൈബർ ക്രോപ്പ് provide us with fiber we need to make many things such as fabric, bags and sacks. Okay, നമ്മൾ നാരുകൾ ഉപയോഗിച്ച് ബാഗുകളും ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാത്തിനുമാണ് നമ്മൾ ഫൈബർ ക്രോപ്പുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, and we have oil seed. Okay, എണ്ണക്കുരുക്കൾ എന്നൊക്കെ നമ്മൾ പറയും. ഓയിൽ സീഡ് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓയിലുകൾ, ഓയിൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ, ഓക്കെ, എഡിബിൾ ഓയിൽസ് എല്ലാം ഉണ്ടാക്കാനാണ് നമ്മൾ ഓയിൽ സീഡ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ്, സോയാബീൻ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഓയിൽ സീഡിന്റെ എക്സാമ്പിൾ ആയിട്ട്. സോയാബീനൊക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും? നമുക്ക് കിട്ടാറുണ്ടോ? വീട്ടിൽ വെച്ച് തരാറുണ്ടോ സോയാബീനൊക്കെ? ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. നോക്കാം. Then we have plantation crops. Okay, plantation crops എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Crops such as tea, coffee, rubber, വെച്ചരാറുണ്ട്. Spices and tubers are also cultivated in India. Okay, അപ്പൊ നമുക്ക് പാഡി, വീറ്റിന് പുറമെ നമുക്ക് ടീ, ഓക്കെ, നമ്മൾ ചായല, ചായപ്പൊടി, അതേപോലെ കാപ്പിപ്പൊടി, റബ്ബർ, സ്പൈസസ്, ട്യൂബേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്നതാണ് ഈ പറയുന്ന പ്ലാന്റേഷൻ ക്രോപ്പ്. ഫൈൻ, ക്ലിയർ ആയില്ലേ? Then let's see, define subcontinent. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സബ് കോണ്ടിനെന്റിനെ ഡിഫൈൻ ചെയ്യാനാണ്. എന്താണ് സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ? They are large continental areas with diverse physiographic divisions and climate as in the continents. Okay, ഒരു വലിയ കോണ്ടിനെന്റില് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസും ക്ലൈമറ്റും എല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള വേറൊരു പോർഷനെയാണ് നമ്മൾ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു മൗണ്ടൻ റേഞ്ചസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു കോണ്ടിനെന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നു. ഓക്കെ, then moving to the next question, that is complete the flow chart. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. മേജർ ക്രോപ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാറില്ല. അപ്പൊ ആദ്യത്തെ ഏതാണ്? ഫുഡ് ക്രോപ്പ് ഉണ്ട് അല്ലേ? പിന്നെ നമുക്ക് ഏത് പറയാം? ക്യാഷ് ക്രോപ്സ് ഉണ്ട്. പിന്നെ ഫൈബർ ക്രോപ്പുകൾ പറയാം, ഓയിൽ സീഡ് പറയാം, പിന്നെ ഏതാണ്? പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലേ? അപ്പൊ ഫുഡ് ക്രോപ്പ്, ക്യാഷ് ക്രോപ്പ്, then we have fiber, then we have oil seed and we have plantation crop. അപ്പോൾ ഇതിന്റെ അഞ്ചെണ്ണത്തിന്റെയും ഒരു 2-3 എക്സാമ്പിൾസ് പഠിച്ചോളാം. കാരണം എക്സാമിന് ഇത് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടേബിൾ വൈസിലോ മാച്ച് ചെയ്യാനോ എങ്ങനെയെങ്കിലും ഇത് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നമുക്ക് തെറ്റിപ്പോവരുത്. ഓക്കെ, then that is known as the roof of the world. ഏതാണ്? നമുക്കറിയാം, that is palmit note ആണ്. We known as the roof of the world അല്ലേ? ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത്. What is known as apparent movement of the sun? സൂര്യന്റെ അയനം അല്ലെങ്കിൽ apparent movement of the sun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്താ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ചിലപ്പോൾ നമുക്ക് തോന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലും സൂര്യൻ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം.
The phenomena in which the relative position of the sun changes between the Tropic of Cancer to 23 degree northum and Tropic of Capricorn 22.5 degree southum. അല്ലേ? Tropic of Capricorn ആണെങ്കിലും Tropic of Cancer ആണെങ്കിലും 23.5 degree ആണ്. നോർത്തും സൗത്തും വ്യത്യാസമേ ഉള്ളൂ. Is known as apparent movement of the sun. എന്താണ്? Relative position of the sun changes. സൂര്യന്റെ പൊസിഷൻ ഈ രണ്ട് ഭാഗത്തേക്കും എന്താവുന്നതാണ്? ചേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നതിനെയാണ് നമ്മൾ apparent movement of the sun എന്ന് പറയുന്നത്. Okay. Due to the revolution of the earth and the inclination of the earth axis, it feels that sun experiences displacement. നമുക്ക് എന്താണ്? എർത്ത് റെവല്യൂഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. സൂര്യൻ ഡിസ്പ്ലേസ്മെന്റ്, സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മേജർ ആയിട്ട് പഠിച്ചത് എന്തായിരുന്നു? ദാറ്റ് ഈസ് നമ്മൾ മേജർ ഫ്രൂട്ട് ക്രോപ്സ്, ക്യാഷ് ക്രോപ്പുകളെ പഠിച്ചു. ഏതൊക്കെയാണ്? കോണ്ടിനെന്റ്. ടീച്ചർ ഒന്നും കൂടെ പറയാം. നമുക്ക് ഏഷ്യ ഉണ്ട്, ദെൻ ആഫ്രിക്ക ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 4 എ വന്നു. പിന്നെ ഏതൊക്കെയാണ്? 2 അമേരിക്ക അല്ലെ? നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും വന്നു. പിന്നെ യൂറോപ്പ്. അങ്ങനെ നമുക്ക് 7 കോണ്ടിനെന്റ് ഉണ്ട്. പിന്നെ പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട് 5 ഓഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. സിമ്പിൾ അല്ലേ? ക്ലിയർ ആയില്ലേ? ടീച്ചർ അടുത്ത ചാപ്റ്റർ എടുത്തോട്ടെ? ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയില്ലേ? വേഗം പറഞ്ഞേ എല്ലാരും ഒന്ന്. ബിൻസി വന്നിട്ടുണ്ട് കേട്ടോ. ഓഷ്യൻസ് ചോദിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ആ പേരുകൾ പഠിച്ചിരിക്കണം. നമുക്ക് 5 പേരുകളല്ലേ ഉള്ളത്. അപ്പൊ 5 എണ്ണം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോ അവര് ഒന്ന് പറഞ്ഞാലോ, എഴുതാൻ പറഞ്ഞാലോ ആ 5 ഓഷ്യൻസ് ഒക്കെ. അപ്പൊ അതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ജസ്റ്റ് ആ പേരുകളൊന്ന് ഓർത്തിരിക്കണം. ഹെവലിൻ ക്ലിയർ? Clear. Okay. Okay. So moving to the next chapter, that is from fruit production to food security. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തിനെ കുറിച്ചാ പഠിക്കണേ? നമുക്ക് എപ്പോഴും അറിയുന്ന അഗ്രികൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മിനറൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പോവേർട്ടി അല്ലെ? ദാരിദ്ര്യത്തിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്? ഗ്രീൻ റെവല്യൂഷൻ അല്ലെ? ടീച്ചർ അത് മറന്നുപോയി. ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പഠിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചോ? പഠിച്ചു കഴിഞ്ഞാൽ എല്ലാരും നോക്കട്ടെ. ഈ 4 കൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ടാണോ എല്ലാരും ഇരിക്കണേ? ക്ലിയർ ആക്കിയിട്ടുണ്ട്? ഓക്കെ. അപ്പോ നമുക്ക് നോക്കാടാ. അപ്പോ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റിയില് എന്താണ്? വാട്ട് ആർ ദ മേജർ കോസസ് ഓഫ് പോവേർട്ടി? ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ, തുടക്കം തന്നെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇട്ടിരിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്താണ്? സോ വാട്ട് ഈസ് പോവേർട്ടി? എന്താ പോവേർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിക്ക് ബേസിക് ഹ്യൂമൻ നീഡ്സ് കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ പോവേർട്ടി എന്ന് പറയുന്നത് അല്ലെ? നോൺ അവൈലബിലിറ്റി ഓഫ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ്. ഇതിനെയാണ് നമ്മൾ പോവേർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോവേർട്ടിയുടെ മേജർ കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? അൺഎംപ്ലോയ്മെന്റ്. ഒരു കാര്യം എപ്പോഴും ആലോചിച്ച് വെച്ചോ, എവിടെയൊക്കെ പോവേർട്ടി ഉണ്ടോ അവിടെയൊക്കെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പോ ആ പോയിന്റ് എപ്പോഴും ആലോചിക്കാം. എവിടെയൊക്കെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടോ അവിടെയൊക്കെ പോവേർട്ടി ഉണ്ട്, എവിടെയൊക്കെ പോവേർട്ടി ഉണ്ടോ അവിടെയൊക്കെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അവരെ ഒരിക്കലും എന്ത് ചെയ്യില്ല, വിട്ടുപിരിയില്ല. സോ അൺഎംപ്ലോയ്മെന്റ്. രണ്ടാമത്തെ ആളാരാ? കറപ്ഷൻ. രണ്ടാമത്തെ ആളാരാണ്? കറപ്ഷൻ ആണ്. ദെൻ മൂന്നാമത്തെ ആളാരാണ്? പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് സ്റ്റേബിൾ അല്ലെങ്കിൽ എപ്പോഴും സമരങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് സംഭവിക്കും? യെസ്, കുറേ പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം പോവേർട്ടിയിലേക്ക് നയിക്കും. പ്രൈസ് റൈസ്. സാധനങ്ങളുടെ വിലയൊക്കെ കൂടുമ്പോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ
നമ്മൾ കേൾക്കില്ലേ, ഓ എന്തൊരു വിലയാണ് തക്കാളിക്ക്, എന്തൊരു വിലയാണ് സവാളയ്ക്ക് എന്നൊക്കെ നമ്മള് പാരന്റ്സ് പറയണ കേൾക്കാറുണ്ട്. സോ സാധനങ്ങളുടെ വിലയൊക്കെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല, നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോവും. ദെൻ ഓവർ പോപ്പുലേഷൻ, ജനസംഖ്യ കൂടിയാല് പോവർട്ടിയിലേക്ക് പോവും. ഇൻഇക്വാളിറ്റി, തുല്യത അല്ലെങ്കിൽ ഓക്കെ, അതും പോവർട്ടിയിലേക്ക് പോകും. അപ്പൊ ടീച്ചർ ഒരു 6 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 4 പോയിന്റ് സിമ്പിൾ പഠിക്കുക. അതിൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ബാക്കി ഒരു 3 പോയിന്റ് സിമ്പിൾ ആയിട്ടുള്ളത് പഠിക്കാം. ഓക്കെ, ഡിഫൈൻ മൾട്ടിനാഷണൽ പോവർട്ടി ഇൻഡെക്സ്. നമുക്ക് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോറി, പോവർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഡെക്സ്, മൾട്ടിനാഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഈ മൾട്ടിനാഷണൽ പോവർട്ടി ഇൻഡെക്സ് ഗ്ലോബൽ പോവർട്ടി, ആഗോള തലത്തില് പോവർട്ടി മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ജോയിന്റ്ലി പ്രിപ്പയർഡ് ബൈ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ഇത് ആരൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇനി ഇത് നിങ്ങൾ മറന്നു പോവെങ്കിൽ മറന്നു പോയിക്കോട്ടെ, ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഡെവലപ്ഡ് ടു മെഷർ ഗ്ലോബൽ പോവർട്ടി. ഈ 2 പേരുകൾ ആലോചിക്കുക. അപ്പൊ എന്താ, ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അല്ലേ. ഇതിൽ ഒരു പോയിന്റും കൂടി ഉണ്ട്. ഏതാണ്? മൾട്ടിനാഷണൽ പോവർട്ടി ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് 3 ഇൻഡിക്കേറ്റർ വഴിയാണ്. ഓക്കെ, 3 ഡയമെൻഷൻസ് വഴിയാണ്. 12 സൂചകങ്ങളുടെ 3 ഡയമെൻഷൻസ് വഴിയാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 എണ്ണം മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഹെൽത്ത്, ഓക്കെ, ആരോഗ്യം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. ഓക്കെ, ആരോഗ്യം, എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ആൾക്കാരുടെ ജീവിത നിലവാര രീതി. ഈ 3 മെത്തേഡിലൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ വൈ കാൻ വി എൻഷുർ ഫുഡ് സെക്യൂരിറ്റി? എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റാത്തത്? എന്തൊക്കെ കാരണങ്ങളായിരിക്കും? ഇത്രയും ഇന്ത്യയിൽ ഇത്രയും ഭക്ഷണമുണ്ട്, നമ്മൾ അത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടും എല്ലാവരിലും ഫുഡ് എത്തുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഫുഡ് സെക്യൂരിറ്റി ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലേ. നമ്മുടെ പോപ്പുലേഷൻ എന്ത് സംഭവിച്ചു? കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ. ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താണ്, കൃഷിയിലേക്ക് ഇറങ്ങാനാണോ ആഗ്രഹിക്കുന്നത്? അല്ല അല്ലേ. എല്ലാവർക്കും എന്ത് വേണം? യെസ്, IT ജോലികൾ, ഡോക്ടർ, എഞ്ചിനീയർ, പുറത്തേക്ക് പോകണം, ഇങ്ങനെയൊക്കെ ഉള്ള, നമുക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ആഗ്രഹം. അഗ്രികൾച്ചറിൽ എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളവർ വളരെ കുറവാണ്, അപ്പൊ കൃഷിയും കുറയും. ഇതാണ് കാരണം. ദെൻ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെ, പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നുണ്ട്. ദെൻ അൺഎംപ്ലോയ്മെന്റ്, ടീച്ചർ പറഞ്ഞു ഫുഡ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പോവർട്ടിയാണ്, അവിടെ ആരുണ്ടാവും? അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ദെൻ വാർ, യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് എത്തണമെന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഉറപ്പ് വരുത്താൻ പറ്റാത്തത്. ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. അൺഎംപ്ലോയ്മെന്റ് ഇവിടെയുണ്ട്, അപ്പൊ അതിന്റെ ബാക്കി 3 പോയിന്റുകളും കൂടെ ഓർത്ത് വെക്കുക. ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ടീച്ചർ പൊക്കോട്ടെ. ലിസ്റ്റ് എനി 2 advantages and disadvantages of green revolution. ഗ്രീൻ റെവല്യൂഷന്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാനാണ്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹരിത വിപ്ലവം അല്ലേ. നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഗ്രീൻ റെവല്യൂഷൻ. ഇതിനെ നമ്മൾ വീറ്റ് റെവല്യൂഷൻ എന്നും പറയും. കാരണം ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് സ്റ്റേജിന് കൊടുത്തത് ആരെയാണ്? ദാറ്റ് ഈസ് ടു ദ വീറ്റ്. ഗോതമ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വീറ്റ് റെവല്യൂഷൻ എന്നും പറയൂട്ടാ. So what are the major advantages of green revolution? നമുക്ക് നോക്കാം. Increase in the production of food grains. നമ്മുടെ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ എല്ലാം നല്ല രീതിയിൽ കൂടി. Ensured self sufficiency in food.
ഓക്കെ, നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സെൽഫ് സഫീഷ്യന്റ് ആയി, നമുക്ക് ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്, കുറെ സാധനങ്ങൾ ഉണ്ടായി, കുറെ പ്രൊഡക്ഷൻ വന്നു, അപ്പൊ ഫുഡിന്റെ വിലയും എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്കെ, അതൊക്കെ എന്താണ് ഈ ഗ്രീൻ റെവല്യൂഷൻ വന്നതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് കൂടി, അതേപോലെ സെൽഫ് സഫീഷ്യന്റ് ആയി നമ്മള്, അതേപോലെ പ്രൈസ് ഓഫ് ദ ഫുഡ് ഗ്രെയിൻസ് എല്ലാം കുറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? അവിടെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് വന്നു അല്ലേ? എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? കുറെ വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഗ്രൗണ്ട് വാട്ടറിനെ എഫക്ട് ചെയ്തു. ഓക്കെ, അപ്പോ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, സിമ്പിൾ ആയിട്ട് എഴുതാം, അവൈലബിലിറ്റി ഓഫ് വാട്ടർ റെഡ്യൂസ് ചെയ്തു. ദെൻ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മറന്നു പോവാണെങ്കിൽ എത്ര എഴുതിയാൽ മതി? റെഡ്യൂസസ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടത, ഫെർട്ടിലിറ്റി എന്ത് ചെയ്തു? കുറച്ചു. കാരണം ഒരുപാട് കീടനാശിനികളും ഒരുപാട് പെസ്റ്റിസൈഡ്സും എല്ലാം നമ്മൾ യൂസ് ചെയ്തു അല്ലേ? അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്ത് സംഭവിച്ചു? ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഇല്ലാതെയായി. ദെൻ എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ, നമ്മുടെ പരിസ്ഥിതി എല്ലാം നശിച്ചു പോയി. ഓക്കെ, എൻവിയോൺമെന്റ് ഡീഗ്രേഡ് ചെയ്തു പോയി. അപ്പൊ ഏതെങ്കിലും 2 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ 3 എണ്ണം തന്നത് നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിക്കാനാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which are the government institutions that distribute food grains at subsidized rates? Okay, food grains subsidized rates ൽ കൊടുക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഒന്ന് ഏതാ? ദാറ്റ് ഈസ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ് അല്ലേ? ത്രിവേണി സൂപ്പർ മാർക്കറ്റ് എഴുതാം. പിന്നെ ഏത് എഴുതാം? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സ്പെല്ലിംഗ് തെറ്റിപ്പോവും എന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ PDS എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും ട്ടാ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ റേഷൻ കടകള്. ഓക്കെ, ഇനി റേഷൻ ഷോപ്സ് എന്ന് എഴുതാം. നന്മ സ്റ്റോർ, ദെൻ മാവേലി സ്റ്റോർ. എത്ര സ്റ്റോറുകളാ? നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ. അപ്പൊ 4 എണ്ണം പറഞ്ഞു തന്നു ടീച്ചർ. ഏതൊക്കെയാണ്? ത്രിവേണി, നന്മ, മാവേലി ആൻഡ് റേഷൻ ഷോപ്പ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Important mineral based industries. Important mineral based industries ഏതൊക്കെയാണ് എന്നാണ്. ഏതൊക്കെയാണ്? Yes, that is iron and steel industry, copper industry, aluminium industry, cement industry, glass industry. ഇതെല്ലാം നമുക്ക് മിനറൽ ഇൻഡസ്ട്രീസിന്റെ ആയിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വരും, കോപ്പർ ഇൻഡസ്ട്രി വരും, അലുമിനിയം ഇൻഡസ്ട്രി വരും, സിമെന്റ് ഇൻഡസ്ട്രി വരും, ഗ്ലാസ് ഇൻഡസ്ട്രി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? So next question, what is subsistence farming? എന്താണ് ഉപജീവന കൃഷി? എന്താ ഉപജീവന കൃഷി? നമുക്ക് പണ്ടുള്ള കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ്. ഇതിന്റെ അർത്ഥം എന്താ? യെസ്, വി ആർ യൂസിങ് ദിസ് മെത്തേഡ്. നമ്മൾ എന്തിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു? അന്നന്ന് നിലനിന്നു പോവാൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് farmers produce and use only the product required for their sustenance. ഉപജീവനത്തിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങൾ ഉണ്ടാക്കും. Profit is not the primary objective of this method. ഈ മെത്തേഡിന്റെ ഉദ്ദേശം എന്തല്ല? പ്രോഫിറ്റ് അല്ല, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. Traditional agricultural tools are mostly used in this farming. Okay, പഴയ രീതികളാണ് ഈ ഫാമിങ്ങിന് യൂസ് ചെയ്തത്. അപ്പോൾ പ്രോഫിറ്റ് അല്ല, ട്രഡീഷണൽ ടെക്നോളജി. ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ ബേസിക് നെസസറി സസ്റ്റനൻസ്. ഓക്കെ, പഴയ രീതിയിലുള്ള നമ്മൾ ലാഭം നോക്കാതെ അന്നന്ന് ജീവിച്ചു പോവാൻ വേണ്ടിയാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് മെത്തേഡ് യൂസ് ചെയ്തത്. ക്ലിയർ അല്ലേ? Okay, so next question, what is the difference between plantation crop and commercial crop? Okay, plantation crop commercial crop തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പളെ പഠിച്ചു, ടീ, കോഫി ഒക്കെയാണ് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത്. നോക്കാം. With the arrival of the ബ്രിട്ടീഷുകാർ വന്നപ്പോൾ the farmers who traditionally cultivated paddy and other food crops started cultivating plantation crops like tea, coffee, cloves,
cardamom, pepper in large area. Long-term income and relatively low cost of production are the characteristics of this farming method. എന്താ ബ്രിട്ടീഷുകാരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? നമ്മൾ ട്രഡീഷണലി തുടങ്ങിയിരുന്ന പ്രാക്ടീസ് നമ്മൾ ഫുഡ് ക്രോപ്പ് എന്ത് ചെയ്തു? ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അങ്ങനെ നമ്മൾ ടീയും കോഫിയും കാർഡമം എല്ലാം നമ്മൾ എന്ത് ചെയ്തു? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പണ്ട് നമ്മൾ ഇതൊന്നും ചെയ്തിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ ലോങ് ടേം ഇൻകവും ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ആണ് പ്ലാന്റേഷൻ ക്രോപ്പിന്റെ പ്രത്യേകത. നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടും. ഉണ്ടാക്കാനാണെങ്കിൽ ലോ കോസ്റ്റും മതി. ക്ലിയർ ആയില്ലേ എന്താണ് പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന്? ഇനി എന്താണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് നോക്കാം കേട്ടോ. വാണിജ്യ വിള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ they are providing raw materials to industries. Okay, agricultural raw materials industries ന് കൊടുക്കുന്നവരെയാണ് നമ്മൾ commercial crops എന്ന് പറയുന്നത്. ഇതാണ് ആ പോയിന്റ്. എന്താണ്? providing agricultural raw materials to industries. It also requires high capital investment and the use of modern technology. ഇവർ എന്താണ് യൂസ് ചെയ്തിരുന്നത്? പുതിയ രീതിയിലുള്ള മോഡേൺ ടെക്നോളജിയാണ് ഇവര് യൂസ് ചെയ്തിരുന്നത്. റബ്ബർ, ഷുഗർ കെയിൻ, കോട്ടൺ ജൂട്ട് എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്പ്. നമുക്കറിയാം അല്ലേ, റബ്ബറും ഷുഗർ കെയിനും എല്ലാം എന്താണ് നമ്മൾ ഇൻഡസ്ട്രീസിന് കൊടുത്തിട്ട് നമുക്ക് പല സാധനങ്ങളായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ റബ്ബർ, ഷുഗർ കെയിൻ ഒക്കെ എന്താ? റോ മെറ്റീരിയൽസ് ആണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ക്രോപ്സ് ആണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? What are the benefit of mixed farming? Mixed farming ന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? യെസ്, നമുക്കറിയാം അല്ലേ, മിക്സഡ് ഫാമിംഗ് പറഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ടാവും. അഗ്രികൾച്ചറിന്റെ കൂടെ തന്നെ ഫാമിംഗ്, ഫിഷിംഗ്, ലൈവ് സ്റ്റോക്ക് റെയറിംഗ് അല്ലേ, കന്നുകാലി വളർത്തല്, കോഴി വളർത്തല്, മീൻ വളർത്തല് എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈ ഇൻകം അല്ലേ, നമുക്ക് നല്ല രീതിയിൽ ഇൻകം കിട്ടും. Then more than one crop in a given plot of land. ഒരു സ്ഥലത്ത് തന്നെ കുറേ ലാൻഡ് നമുക്ക് കിട്ടും. Then promote biodiversity. Okay, biodiversity promote ചെയ്യും. Reduce environmental impact. നമ്മുടെ എൻവയോൺമെന്റിന് ദോഷകരമായിട്ടൊന്നും ഇത് ചെയ്യുന്നില്ല. Then mention the agricultural seasons in our country. നമ്മൾ ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. നമ്മുടെ മേജർ അഗ്രികൾച്ചർ സീസൺസ് ഏതാ? We have mainly 3. That is ഖാരിഫ്, റാബി, സെയ്ദ്. ഇത് മൂന്നിന്റെയും ഏതൊക്കെ കാലഘട്ടമാണ്, ഏതൊക്കെ ക്രോപ്പ് ഉണ്ടാവുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോറി അല്ലേ? Then classify the following into food crops and cash crops. അപ്പോൾ താഴെ കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ക്രോപ്പുകൾ തന്നിട്ടുണ്ട്. ഇതിനെ ഫുഡ് ക്രോപ്പും ക്യാഷ് ക്രോപ്പും ആക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. റൈസ്, റബ്ബർ, മില്ലറ്റ് ആൻഡ് പൾസസ്, ജൂട്ട്, ടീ, വീറ്റ്, മെയ്സ്, കോഫി, കോട്ടൺ. ഇതിനെ കാഷ് ക്രോപ്പും ഫുഡ് ക്രോപ്പും ആക്കണം. സിമ്പിൾ ആണ് അല്ലേ? ഫുഡ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? ഇതിൽ ഏതൊക്കെ വരും? റൈസ് വരും, ദെൻ റബ്ബർ വരില്ല, മില്ലറ്റ് ആൻഡ് പൾസസ് വരും, ജൂട്ട് വരില്ല, ടീ വരില്ല, ദെൻ വീറ്റ് വരും, ദെൻ മെയ്സ് വരും അല്ലേ? 1 2 3 4 റൈസ് വരും, മില്ലറ്റ് ആൻഡ് പൾസസ് വരും, വീറ്റ് ആൻഡ് മെയ്സ് വരും. അപ്പൊ ബാക്കി എല്ലാം എന്തിലേക്ക് പോയി? നമ്മുടെ കാഷ് ക്രോപ്പിലേക്ക് പോയി അല്ലേ? കോട്ടൺ, റബ്ബർ, ജൂട്ട്, ടീ ആൻഡ് കോഫി. പഠിച്ചില്ലേ? ഓക്കെ, അപ്പോ കഴിഞ്ഞ ചാപ്റ്ററിലും ഈ ചാപ്റ്ററിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് നാളെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Who is known as the father of Indian Green Revolution? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് നമ്മൾ ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്ന് പറയുന്നത്. നോർമൽ നമ്മൾ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്ന് പറയുന്നത് നോർമൽ ഏർണസ്റ്റ് ബെർലിംഗിനെയാണ്. ഓക്കെ. Then central and state government are implementing many poverty alleviation schemes to eradicate the prevailing poverty in our country. Write the names of such projects. അല്ലേ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പോവേർട്ടി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പോവേർട്ടി മാറ്റാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റും
സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുപാട് പോളിസീസും പ്രോഗ്രാംസും ഇംപ്ലിമെന്റ് ചെയ്തു അല്ലേ? ആ പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഏതാ? ഏതെങ്കിലും ഒരു 3-4 പോളിസീസ് എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, സോ ആദ്യത്തെ പ്രധാനമന്ത്രി റോസ്ഗർ യോജന, ഇതൊരു ഇമ്പോർട്ടന്റ് പോളിസിയാണ്. ദെൻ ലൈഫ് പ്ലാൻ പോളിസി, സിമ്പിൾ ആയിട്ടുള്ള പേരാണ്, പഠിച്ചു വെക്കാം. To provide livelihood to dependents of victim of crime who are suffering financial hardship കൊടുക്കാൻ. Then അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ഇത് നമുക്ക് പറയാം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് പറയാം. ദെൻ മിഡ് ഡേ മീൽ ഫോർ സ്കൂൾ ഫോർ 1st to 8th grade സ്കൂൾ സ്റ്റുഡൻസ്. ഓക്കെ, മിഡ് ഡേ മീൽസും നമുക്ക് പറയാം. അപ്പൊ ഇതില് ടീച്ചർ 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഓർത്തിരിക്കാം. അപ്പൊ ലൈഫ് പ്ലാൻ സിമ്പിൾ ആണ്, അതേപോലെ മിഡ് ഡേ മീൽ സിമ്പിൾ ആണ്, PDS സിമ്പിൾ ആണ്. അപ്പൊ ഈ 3 എണ്ണം പഠിച്ചു വെക്കുക. കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നുണ്ടെങ്കിൽ 4-5 എണ്ണം പഠിക്കാം. ഓക്കെ, പിന്നെ എന്താണ്, ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? ഈ പിക്ചർ നമ്മുടെ പേജ് നമ്പർ 109-ലുള്ളതാണ്. നമ്മുടെ SCRTയുടെ നമ്മൾ എക്സാം പോയിന്റ് ടേം 1 ഓഫ് ദ സോഷ്യൽ സയൻസിന്റെ പേജ് നമ്പർ 109-ൽ കാണുന്ന പിക്ചർ ആണ് ഇത് കേട്ടോ. ടീച്ചർ ഈ പിക്ചറെയാണ് പറയുന്നത്, നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ അല്ല ഏടാ. അപ്പോ ഈ പിക്ചറിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ക്രോപ്പ് സീൻ ഇൻ ദ പിക്ചർ ആർ യൂസ്ഡ് ഫോർ ഫുഡ്? അപ്പൊ ഇതില് ഫുഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് ഇവിടെ 1, 2, 3 3 എണ്ണം പറയാം അല്ലെ? ഏതൊക്കെയാണ്? വീറ്റ് പറയാം, ദെൻ പാഡി പറയാം, ദെൻ മെയ്സ്. ബാക്കി 3 എണ്ണം ഏതാണ്? കാഷ് ക്രോപ്സ് ആണ് അല്ലെ? കോട്ടൺ ഉണ്ട്, ടീ ഉണ്ട്, റബ്ബർ ഉണ്ട്. അപ്പൊ ഇത് 3 എണ്ണം നമുക്ക് ഏതാണ്? അതർ ക്രോപ്സ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനു വേണ്ടി ടീച്ചർ ഒരു പിക്ചർ ഇട്ട് തന്നതാണ്. ഫൈൻ. Then what are minerals? Minerals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Minerals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are metallic and non-metallic components. എന്താണ്? Metallic and non-metallic components ആണ് found in the earth crust. Okay, നമ്മുടെ earth crustൽ നമുക്ക് കാണാൻ പറ്റുന്ന മിനറൽസ് എന്ന് പറയുന്നത് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പണൻസ് ആണ്. ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റും? എർത്ത് ക്രസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. We get minerals from earth crust that are extracted through mining process. നമ്മൾ ഇത് മൈനിങ് പ്രോസസ്സിലൂടെ നമ്മൾ ഇതിനെ എന്ത് ചെയ്തെടുക്കും? എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും. സോ മിനറൽസും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അതിനെയാണ് നമുക്ക് മെറ്റാലിക്കും നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറയാം. ഓക്കെ, then what is hunger free Kerala? Important one. എന്താണ് hunger free Kerala? Yes, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്ത് പോവേർട്ടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ് ഹങ്കർ ഫ്രീ കേരള, പോവേർട്ടി പ്രൊജക്റ്റ് മാറ്റാൻ. സോ ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഹങ്കർ free Kerala project is to eliminate hunger and make Kerala hunger free state. എന്താണ്? വിശന്ന് ആരും ഇരിക്കരുത്, ദരിദ്രത്തിൽ ആരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കേരളത്തിലെ പ്രൊജക്റ്റ് ആണ് ഹങ്കർ ഫ്രീ കേരള എന്ന് പറയുന്നത്. From 2017 to 2018 the project is being run with the help of Kudumbashree and local self government bodies. Through such innovative projects the aim is to achieve food security by ensuring adequate food for all. എന്താണ്? എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന 2017-18 കാലഘട്ടത്തിൽ കുടുംബശ്രീയും ലോക്കൽ സെൽഫ് ഗവൺമെന്റും കൂടി ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് ഹങ്കർ ഫ്രീ കേരള. അപ്പൊ ഇയറും ഒബ്ജക്റ്റീവും എന്തിനു വേണ്ടി വന്നതാണ് എന്നുള്ള ഒബ്ജക്റ്റീവും പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ടീച്ചർ അടുത്ത ചാപ്റ്ററിലോട്ട് പൊക്കോട്ടെ. സിമ്പിൾ ആണ് അല്ലെ? അഗ്രികൾച്ചറും അഗ്രികൾച്ചറിന്റെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. മിനറൽസ് ഒന്ന് ടച്ച് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള പാർട്സിന് എന്ത് ചെയ്യുക? കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കാം. അപ്പൊ ക്ലിയർ അല്ലേ? Shall I move to the next chapter?
ഓക്കെ. സോ ചാപ്റ്റർ 8 നമ്മുടെ പവർ ടു ദ പീപ്പിൾ. പവർ ടു ദ പീപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അല്ലേ? അധികാരത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഡീസെൻട്രലൈസേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് പവർ ടു ദ പീപ്പിൾ? What is centralization of power? Teacher, decentralization എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ച ചോദ്യം ഏതാണ്? സെൻട്രലൈസേഷൻ എന്താണ്? എന്താണ് സെൻട്രലൈസേഷൻ? നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ് സെൻട്രലൈസേഷൻ? The power to take decisions and execute them in administrative matters is concerned at some people is called centralization of power. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ടീച്ചർ എന്ത് ചെയ്യാം? ഒറ്റ മിനിറ്റ് ഒരു ഗ്യാപ്പ് എടുക്കാണ്. നിങ്ങൾ ഈ 3 ചാപ്റ്ററും എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഐ വിൽ ബി ബാക്ക് വിത്തിൻ 1 minute, റൈറ്റ്? സോ യെസ്, ദേ ടീച്ചർ വന്നു കേട്ടോ. എന്താണ് സെൻട്രലൈസേഷൻ ഓഫ് പവർ? എന്തായിരുന്നു സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചില അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ ആരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? വിത്തിൻ സം പീപ്പിൾ ഓഫ് ദ സൊസൈറ്റി. കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം നിൽക്കുന്നതിനെയാണ് സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയും. ഓക്കെ, ഹിയർ ദ കോമൺ പീപ്പിൾ കമ്പാരിറ്റീവ്ലി ഡു നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്. ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? സാധാരണക്കാർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിൽ ഇടപെടാനായിട്ട് ഒരു രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നില്ല. ഇതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. ഇഫ് കോമൺ മാൻസ് ആർ ഗെറ്റിംഗ് ഈക്വൽ ചാൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, അവിടെ നമ്മൾ അതിനെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയും. ക്ലിയർ ആയില്ല എല്ലാവർക്കും? എന്താണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും? കുറച്ച് പേരുടെ കയ്യിലുണ്ടെങ്കിൽ സെൻട്രലൈസേഷൻ, ഒരുപാട് പേർക്ക് അതുണ്ടെങ്കിൽ ഡീസെൻട്രലൈസേഷൻ. ഓക്കെ. Gandhiji believed that the soul of India resides in the villages and only through the development of the villages the progress of the country can be attained. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഗാന്ധിജി സ്വപ്നം കണ്ട കിണാശ്ശേരി എന്നൊക്കെ നമ്മൾ ഫിലിമിൽ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഗാന്ധിജി പറയാണ്, ഇന്ത്യയുടെ സോൾ എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് വില്ലേജസ് ആണ് എന്നാണ്. ഓക്കെ, വില്ലേജസിൽ ഗ്രാമങ്ങളിൽ പ്രോഗ്രസ് ഉണ്ടായാലേ നമ്മുടെ രാജ്യത്ത് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സോ ലിസ്റ്റ് ഗാന്ധിജി's views on village development. അപ്പൊ ഗാന്ധിജി നമ്മുടെ ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്ന് ലിസ്റ്റ് ചെയ്ത് പോവാം. ഗാന്ധിജി എന്താണ് പറഞ്ഞത് വില്ലേജസിനെ കുറിച്ച് എന്ന്? മ്യൂച്വൽ അസിസ്റ്റൻസ് with others should only happen when it is absolutely necessary. എന്താണ് പറയുന്നത്? മ്യൂച്വൽ അസിസ്റ്റൻസ് എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആബ്സല്യൂട്ട്ലി, അത് കറക്റ്റ് ആയിട്ട് നെസസറിലി അത് നടന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. Then the primary focus of villages should be on increasing food production and cotton cultivation for cloth. അപ്പോൾ വില്ലേജസിന്റെ, ഗ്രാമങ്ങളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? യെസ്, that is food productionും കോട്ടൺ കൾട്ടിവേഷനും. ഇന്ത്യയുടെ കോട്ടൺ, പരുത്തി, കോട്ടൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? വേൾഡ് ഫേമസ് ആണ്. അപ്പൊ ഈ വില്ലേജസ് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, വേറെ എങ്ങോട്ടും തിരിയരുത്. ഓക്കെ. Then villages should have designated ഏരിയസ് ഓഫ് ലൈഫ് സ്റ്റോക്ക്. എന്താണ്? വില്ലേജിൽ കന്നുകാലി വളർത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക തരം
areas വെക്കണം. There should be recreational facilities and entertainment for both adults and children. Okay, recreational facilities വേണം. Okay, adultsനും കുട്ടികൾക്കും അതേപോലെ childrensനെല്ലാം വേണം. What are the characteristics of decentralization? Teacher ഇപ്പ പറഞ്ഞുള്ളൂ എന്താണ് decentralization അല്ലേ? Importance of regional development. എല്ലാവർക്കും ഒരേപോലെയുള്ള ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റീജിയണൽ പ്രാദേശിക വികസനം. ക്ലിയർ ആയില്ലേ? Then developmental needs get prioritized. ഓക്കെ, എന്താണ് എല്ലാവർക്കും പുരോഗതിക്ക് വേണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഡെവലപ്മെന്റ് ഓഫ് ലോക്കൽ ഇക്കോണമി, അവിടെയുള്ള ആൾക്കാരുടെ ഡെവലപ്മെന്റ്. മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. മാർജിനലൈസ്ഡ് അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് ലീഡർഷിപ്പും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസും കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് ക്ലിയർ ആയില്ലേ? അടുത്തതാണ് according to the recommendation of Balvatrai Mehta committee which state established Panchayati Raj for the first time in India. നമ്മൾ രണ്ട് കമ്മിറ്റികളെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെ കമ്മിറ്റീസ് ആണ്? നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എത്തി. ബൽവത്രായ് മേത്ത കമ്മിറ്റിയും അതേപോലെ അശോക് മേത്ത കമ്മിറ്റിയും. ഈ കമ്മിറ്റികളിൽ ബൽവത്രായ് മേത്ത കമ്മിറ്റി പറഞ്ഞ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏത് സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്? ഇറ്റ് വാസ് ഓൺ രാജസ്ഥാൻ. ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബൽവത്രായ് മേത്ത കമ്മിറ്റി വഴിയാണ്. ക്ലിയർ ആയില്ലേ? ടീച്ചർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കോട്ടെ. ക്ലിയർ? Okay, then what are the major recommendations of Balvatrai Mehta committee and Ashok Mehta committee? നമുക്കറിയാം ആർട്ടിക്കിൾ 40 പ്രകാരം നമുക്ക് എന്ത് സംഭവിച്ചു? യെസ്, വി ഹാവ് എ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ നടന്നപ്പോൾ നമുക്ക് രണ്ടാൾക്കാർ കൂടുതൽ നമ്മുടെ എക്കോണമീനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? യെസ്, രണ്ട് കമ്മിറ്റി രൂപീകരിച്ചു. ഓക്കെ, കൂടുതൽ സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയാണ് ഏത്? അശോക് മേത്ത കമ്മിറ്റിയും ബൽവത്രായ് മേത്ത കമ്മിറ്റിയും. ഓക്കെ, അപ്പോ ഈ ബൽവത്രായ് മേത്ത കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻസ് നോക്കാം. The 3-tier panchayat system, grama panchayat, then panchayat committee, district parishad. അപ്പൊ എന്താണ്? ബൽവത്രായ് മേത്ത കമ്മിറ്റി 1957 വന്നു. ഇതിന്റെ റെക്കമെൻഡേഷൻസിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് എന്തായിരുന്നു? ഇതൊരു 3-tier പഞ്ചായത്ത് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതൊക്കെയാ മക്കളെ 3-tier പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത്? ഗ്രാമപഞ്ചായത്ത് വന്നു, then പഞ്ചായത്ത് കമ്മിറ്റി വന്നു, then ഡിസ്ട്രിക്ട് പരിഷത്തുകൾ. ഓക്കെ, then ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തില് ഡയറക്റ്റ് ഇലക്ഷൻ വേണമെന്ന് അവര് പറഞ്ഞു. Then indirect election in district parishad and panchayat committee. എന്താണ്? ഡിസ്ട്രിക്ട് പരിഷത്തിലും പഞ്ചായത്ത് കമ്മിറ്റിയിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ വേണം എന്ന് പറഞ്ഞു. ഇത് മൂന്നും പറഞ്ഞത് നമ്മുടെ ബൽവത്രായ് മേത്ത കമ്മിറ്റിയിലാണ്. 1957 3-tier സിസ്റ്റം ഓഫ് പഞ്ചായത്ത്. ക്ലിയർ ആയില്ലേ അത്? യെസ്. അടുത്ത ആളാരാണ്? അശോക് മേത്ത കമ്മിറ്റി അല്ലേ? അശോക് മേത്ത കമ്മിറ്റി വന്നത് 1978 അപ്പൊ അശോക് മേത്ത കമ്മിറ്റി പറയാണ് ഒരു 2-tier സിസ്റ്റത്തിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അശോക് മേത്ത കമ്മിറ്റി എന്താണ്? ഒരു 2-tier സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്തും ഡിസ്ട്രിക്ട് പരിഷത്തും. ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്തും ഡിസ്ട്രിക്ട് പരിഷത്തിനുമാണ് അശോക് മേത്ത കമ്മിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇതില് അടുത്ത പോയിന്റ് നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി കൊടുത്തു. ഓക്കെ, എല്ലാ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഭരണഘടനാപരമായിട്ടുള്ള വാലിഡിറ്റി മെൻഷൻ ചെയ്തു. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. SC ST ആൾക്കാർക്കൊക്കെ എന്ത് കൊടുത്തു? റിസർവേഷനും കൊടുത്തു.
സോ അശോക് മേത്ത കമ്മിറ്റി 1978 വന്നത്. അവര് ടു ടയർ സിസ്റ്റമാണ് കൊണ്ടുവന്നത്. മണ്ഡൽ പഞ്ചായത്തും ഡിസ്ട്രിക്ട് പരിഷത്തും. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? പോർഷൻസ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വി ഹാവ് discuss the features of 73rd and 74th amendment. Important ആണ്, എക്സാമിന് ചോദിക്കാൻ ഷുവർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്. ഓക്കെ, 73rd 74 ഭേദഗതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്തൊക്കെ പറഞ്ഞു? ഫോർമേഷൻ ഓഫ് ഗ്രാമസഭ രൂപീകരിക്കണം. പിന്നെ അവരെന്ത് പറഞ്ഞു? ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years, 5 കൊല്ലമായിരിക്കണം ടെന്യൂർ. അയ്യോ, ഇങ്ങനെയാണോ ടീച്ചർ കാണിച്ചത്? 5 ആണ് കേട്ടോ, ഇങ്ങനെയാണ്. ദെൻ റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, SC/ST കാർക്കുള്ള റിസർവേഷൻ മെൻഷൻ ചെയ്യണം. റിസർവേഷൻ ഫോർ വിമൻ, സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കണം. ദെൻ ഇലക്ഷൻ ചാർജ് വാസ് ഗിവൺ ടു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇലക്ഷന്റെ ചാർജ് ആർക്കാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years, 5 കൊല്ലം കൂടുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാവണം. പിന്നെന്താണ്? ഒരു 3 tier പഞ്ചായത്ത് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 3 tier പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ആവാം, ബ്ലോക്ക് പഞ്ചായത്ത് ആവാം, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആവാം. ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ വന്നത്. എന്താണ്? 5 കൊല്ലം നമുക്ക് ആ ടെന്യൂർ കൊടുക്കണം, ഗ്രാമസഭ ഉണ്ടാവണം, 3 tier ആണ്, റിസർവേഷൻ ഫോർ വിമനും റിസർവേഷൻ ഫോർ SC/ST. അത്ര പഠിച്ചാൽ മതി, 5 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ എന്താണ്? അതിനെയാണ് നമ്മൾ നഗരപാലിക സിസ്റ്റം എന്നും പറയുന്നത്. ഓക്കെ, ഇവിടെ 73rd ഗ്രാമസഭയാണെങ്കിൽ 74 വാർഡ് സഭയാണ്. തെറ്റരുത്. 73rd ഗ്രാമസഭയാണെങ്കിൽ 74th ഏതാണ്? വാർഡ് സഭയാണ്. ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് 5 years. ഓക്കെ, ടെന്യൂർ എത്രയാണ്? അവരുടെ പോലെ തന്നെ 5 കൊല്ലമാണ്. റിസർവേഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, റിസർവേഷൻ ഫോർ വിമൻ. അത് രണ്ടും നമുക്ക് ഓർത്തിരിക്കാം, കാരണം നമ്മൾ 73rd പഠിച്ച സെയിം പോയിന്റ് ആണ്. അതും നമുക്ക് മറക്കേണ്ട ആവശ്യമില്ല. The election charge was given to state election commission. അതും നമ്മൾ 73rd പഠിച്ച കാര്യമാണ്. സോറി, ആ പോയിന്റ് 2 പ്രാവശ്യം വന്നു പോയിട്ടുണ്ട് കേട്ടോ. Then 2 types of urban local self-government bodies, that is നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഏതൊക്കെയാണ്? നഗര പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിൽസും വന്നിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ഇൻ കേരളയും വരുന്നത്. അപ്പോൾ 73rd 74th അമെൻമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 73rd 74th. ഓക്കെ, next, what are the major recommendation of local self government? Local self government ന്റെ major recommendations എന്തൊക്കെയാണ്? യെസ്, നമുക്കറിയാം. ദാറ്റ് ഈസ് രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത്. ഓക്കെ, നമ്മൾ അവിടെ ആരെങ്കിലും ജനിച്ചാലോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും മരിച്ചാലോ എന്ത് സംഭവിക്കുക? അതെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ലോക്കൽ സെൽഫ് ഗവൺമെന്റിനുണ്ട്. ഓക്കെ, ദെൻ കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അവിടെ എത്ര പേരുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ദെൻ സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾസ്. ഓക്കെ, അവിടെ ഉള്ള ചെറിയ ചെറിയ സ്കൂളുകൾ ഉണ്ടാവില്ലേ, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഫുള്ളും ആർക്കാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റിനാണ്. മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അവിടെയുള്ള സ്ഥലങ്ങളിലെ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ ഉള്ള ഡെവലപ്മെന്റ്, വികസനം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമുക്ക് പെട്ടെന്ന് ഒരു വീട് വെക്കണം തോന്നിയാൽ നാളെ പോയിട്ട് ഇവിടെ വീട് വെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള സാങ്ഷനും കാര്യങ്ങളും ലെറ്റേഴ്സ് എല്ലാം നമുക്ക് കിട്ടണം. അപ്പൊ ഇത് തരുന്നത് ആരാണ്? ദാറ്റ് ഈസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ഫൈൻ. The major challenges and problems faced by local self-government institution. ഇത്രയൊക്കെ ഇവര് ചെയ്താലും ചില പ്രശ്നങ്ങൾ ഇവരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരെ ഫേസ് ചെയ്യുന്ന മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്?
That is a situation in which decentralization is not executed completely. ഇപ്പൊ ടീച്ചർ പറഞ്ഞിരുന്നു എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് ടീച്ചർ പറഞ്ഞല്ലേ, എന്തായിരുന്നു ഓർക്കുന്നുണ്ട് ആരെങ്കിലും? എന്തായിരുന്നു ഡീസെൻട്രലൈസേഷൻ? നമ്മള് ഒരു വ്യക്തിയിലല്ല എല്ലാവർക്കും ഈക്വൽ ചാൻസ് കിട്ടുന്നതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഡീസെൻട്രലൈസേഷൻ കറക്റ്റ് ആയി നടക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ എഫക്ട് ചെയ്യും. Clear? Then less participation of people in ഗ്രാമസഭ. Okay, ഗ്രാമസഭയിലൊക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, കുറച്ച് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. Fine. Okay, so let's move to the next question. നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിപ്പോയി. Write a short note on people's planning. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിനെ കുറിച്ച് എന്ത് ചെയ്യാനാണ് പറയുന്നത്? യെസ്, നോട്ട് എഴുതാനാണ് പറയുന്നത്. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എന്താണ് പീപ്പിൾസ് പ്ലാനിംഗ്? ആഫ്റ്റർ ദ 73rd and 74th അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, 73, 74 കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഭരണഘടനയുടെ ഭേദഗതി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കേരളത്തില് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു 1996. എപ്പോഴാണ്? 1996 കേരളത്തില് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ പീപ്പിൾസ് പ്ലാനിംഗ് അഥവാ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. എന്താണ്? 1996 കേരളത്തില് ഡീസെൻട്രലൈസേഷൻ വന്നപ്പോ നമ്മൾ അതിനെ വിളിച്ചതാണ് പീപ്പിൾസ് planning. Okay, so the people planning system has given more power and responsibilities to the local self government, which also ensures more officials, institutions and funds to implement them. പിന്നെ എന്താ പറയുന്നത്? ഇത് കൂടുതലും ലോക്കൽ സെൽഫ് ഗവൺമെന്റിനൊക്കെ കൂടുതൽ പവർ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര പഠിച്ചാൽ മതി. 1996 കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡീസെൻട്രലൈസേഷൻ പ്രോസസ് ആയിരുന്നു നമ്മൾ എന്ത് ആഫ്റ്റർ 73rd and 74th അമെൻമെന്റിന് ശേഷം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ, പവർ ടു ദ പീപ്പിൾ. അപ്പൊ ഇതിൽ മെയിൻ 73rd 74th അമെൻമെന്റ് പഠിക്കുക, അതേപോലെ നമ്മുടെ ബെൽവത്രായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി പഠിക്കുക, പീപ്പിൾസ് പ്ലാനിങ്ങും ഒന്ന് കടന്നു പോവാം. ഫൈൻ. അപ്പൊ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഫൈൻ. സോ ഈ 4 ചാപ്റ്ററും thorough ആയിട്ട് പഠിക്കുക. ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റീവൈൻഡ് അടിച്ച് കാണാം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചറുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ടീച്ചർ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. സോ എന്താണ്? ഇത്രയേ ഉള്ളൂ നമ്മുടെ സോഷ്യൽ സയൻസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നാളെ നന്നായി മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ എല്ലാവരും നാളെ നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ക്ലാസ് ഒക്കെ ക്ലിയർ ആയില്ലേ? എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മുടെ സോഷ്യൽ സയൻസ്. ലാസ്റ്റ് സ്ലൈഡിൽ എത്തി നമ്മള്. സോ ഐ തിങ്ക് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കുറെ പേര് ചോദിച്ചു, കുറെ പേര് ആൻസർ ചെയ്തു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാ? നാളെ നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതാ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് മേരി ക്രിസ്മസ് ഫോർ ഓൾ.